അത് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ആ പ്രാർത്ഥന. നമ്മൾ കർത്താവിൻ്റെ പ്രാർത്ഥനയെന്ന് സാധാരണ നിലയിൽ പറയാറുണ്ട്. പക്ഷേ അത് കർത്താവിൻ്റെ പ്രാർത്ഥന എന്നതിനേക്കാൾ ഒരു ശിഷ്യൻ്റെ പ്രാർത്ഥനയാണ്. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ കർത്താവിൻ്റെ പ്രാർത്ഥന, കർത്താവ് അങ്ങനെ പ്രാർത്ഥിച്ചാൽ കുഴപ്പമുണ്ടെന്നുള്ളതല്ല, പക്ഷേ കർത്താവിൻ്റെ പ്രാർത്ഥനയല്ല. പ്രത്യേകത എന്താണ്? ഒരു ശിഷ്യൻ്റെ അല്ലെങ്കിൽ കർത്താവ് പഠിപ്പിച്ചതായ പ്രാർത്ഥന. അത് നമ്മളൊന്ന് അനലൈസ് ചെയ്യാനായിട്ടാണ് പരിശ്രമിക്കുന്നത് ഇന്നും നാളെയുമായിട്ട്. മറ്റൊന്നുമല്ല, പലപ്പോഴും നമ്മൾ പ്രാർത്ഥനയുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയുള്ള പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കുന്നതെന്ന് നമുക്ക് ഒന്ന് ചിന്തിക്കണം. എങ്ങനെയുള്ള പ്രാർത്ഥന എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പ്രാർത്ഥന ഒരു സൂക്തം പോലെയോ അല്ലെങ്കിൽ ഒരു മന്ത്രം പോലെയോ ഒക്കെ കാണുന്ന ഒരു ചിന്ത നമുക്കുണ്ട്. അത് പലപ്പോഴും ഈ ക്രൂസൈഡ് പ്രീച്ചേഴ്സൊക്കെ വരുത്തിയിട്ടുള്ള ഒരു വലിയൊരു പ്രോബ്ലമാണ്. പ്രാർത്ഥന പല രീതിയിലുണ്ട്. ഒരു പരിധി വരെ അത് ക്രിസ്തീയമായിട്ട് മാത്രമൊന്നുമല്ല, എല്ലായിടത്തും ഉണ്ട് പ്രാർത്ഥനയല്ലേ. പ്രാർത്ഥന എന്ന് പറയുന്നത് എല്ലാ മതങ്ങളിലും, മതമില്ലാത്തവരിലും ചിലപ്പോഴെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കാത്ത, ഒരിക്കലും പ്രാർത്ഥിക്കാത്ത ഒരാൾ പോലും ഇല്ലെന്നല്ല ചിന്ത. ഒരിക്കലെങ്കിലും പ്രാർത്ഥിക്കാത്ത ഒരാൾ പോലും ഇല്ല. എന്നാൽ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കണം. എന്നാൽ ക്രിസ്തീയ പ്രാർത്ഥന എന്താണെന്നുള്ളത് സ്പെസിഫിക്കായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അതായത് യേശു നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതായ പ്രാർത്ഥന എന്താണ്? നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞ് കർത്താവ് നമ്മളെ പഠിപ്പിച്ചെങ്കിൽ അതിൻ്റെ അർത്ഥം എങ്ങനെങ്കിലും പ്രാർത്ഥിച്ചാൽ പോരാന്ന, എങ്ങനെങ്കിലും പ്രാർത്ഥിച്ചാൽ മതിയായിരുന്നെങ്കിൽ ഓക്കെ നിങ്ങളങ്ങ് പ്രാർത്ഥിച്ചാൽ മതിയെന്ന് പറയാം. അങ്ങനല്ല. കർത്താവ് എങ്ങനെ പ്രാർത്ഥിക്കണം, അതിനു മുമ്പ് എങ്ങനെ പ്രാർത്ഥിക്കരുത് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഞാനതിനെക്കുറിച്ച്, പ്രാർത്ഥനയെക്കുറിച്ച് വളരെ വിശാലമായി പല ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ വിഷയങ്ങളിലേക്ക് കടക്കുന്നില്ല. അങ്ങനെ അനേക മണിക്കൂറുകളിലെ ക്ലാസ്സുകൾ ഞാൻ പ്രയറിനെക്കുറിച്ച് എടുത്തിട്ടുണ്ട്. പക്ഷേ എങ്ങനെ പ്രാർത്ഥിക്കരുതെന്ന് കർത്താവ് ആദ്യം പഠിപ്പിച്ചു, പിന്നീടാണ് എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എങ്ങനെ പഠിപ്പിച്ചോ അങ്ങനെ പ്രാർത്ഥിക്കണം. അതാണ് കാര്യം. അതാണ് ആ പ്രാർത്ഥനയാണ് ദൈവഹിതപ്രകാരമുള്ള പ്രാർത്ഥന. വെറുതെ പ്രാർത്ഥിച്ചതുകൊണ്ട് മാത്രം അർത്ഥമില്ല. നമ്മുടെ പ്രാർത്ഥന ദൈവഹിതപ്രകാരമുള്ള പ്രാർത്ഥന അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ അളവ് കൂട്ടിയത് കൊണ്ട് വലിയ കാര്യമൊന്നും ഇല്ല. ഏത് കാര്യം ചെയ്യുമ്പോഴും ദൈവഹിതപ്രകാരം അത് ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ, ഇൻക്ലൂഡിങ് പ്രയർ, പ്രാർത്ഥന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ എങ്ങനെ ചെയ്യണം? ദൈവഹിതപ്രകാരം ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ യേശു ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥനയെക്കുറിച്ച് ഇവിടെ ഇന്നും നാളെയുമായിട്ട് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നിസ്സഹായതയിലുള്ള ഒരു നിലവിളിയാണ്. വളരെ ചെറിയ വാക്കുകളിൽ പറഞ്ഞാൽ അതാണ് നമ്മൾ പലപ്പോഴും പ്രാർത്ഥന എന്ന് പറയുന്നത്. നിസ്സഹായതയുടെ ഒരു സമയത്ത് നമ്മൾ നിലവിളിക്കുന്നു. അതിനെ പ്രാർത്ഥന എന്ന് പറയുന്നത് തെറ്റൊന്നുമല്ല. പക്ഷേ ക്രിസ്തീയ പ്രാർത്ഥന എന്ന് പറയുന്നത് നിസ്സഹായതയിലുള്ള ഒരു നിലവിളി മാത്രമല്ല. നിസ്സഹായതയിൽ നിലവിളിക്കുന്നതിന് പ്രത്യേകിച്ച് അത് തെറ്റാണെന്നല്ല. പിന്നെ അതിനുവേണ്ടി ആരെയും പ്രത്യേകിച്ച് പഠിപ്പിക്കേണ്ട കാര്യമില്ല. അത് അവൻ കരഞ്ഞ് പ്രാർത്ഥിച്ചോളൂ എന്നുള്ളതിന് ഇപ്പം ഈ കഴിഞ്ഞ 2 ആഴ്ചക്കകത്ത് തന്നെ നമ്മൾ കണ്ടതാ. ഏത് നിസ്സഹായതയിലുള്ള നിലവിളിയൊക്കെ നമ്മൾ ശരിക്ക് കണ്ടതാ. അപ്പം അത് പ്രത്യേകിച്ച് അവിടെ ആരും പോയി ക്ലാസ് എടുത്തിട്ടൊന്നും അല്ലല്ലോ അവരാരും പ്രാർത്ഥിച്ചതാണോ? പ്രളയത്തിൻ്റെ സമയത്ത് വെള്ളം കയറി വന്നപ്പോൾ ആരെങ്കിലും പോയി പഠിപ്പിച്ചോ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് വല്ലതും? ഇല്ല. അത് നിസ്സഹായതയുള്ള സമയത്ത് അവൻ നിലവിളിച്ച് പോകും. അത് എല്ലാ മതങ്ങളിലുമുണ്ട്, എല്ലാ മനുഷ്യരിലുമുണ്ട്. എല്ലാ മനുഷ്യനും, മതമില്ലാത്തവനും ആ സമയത്ത് പ്രാർത്ഥിച്ചു പോകും. മതമില്ലെന്നൊക്കെ പറയുന്നതൊക്കെ ശരിയാണെങ്കിലും ആ സമയത്ത് പ്രാർത്ഥിച്ചു പോകും. നിസ്സഹായതയിലുള്ള ഒരു നിലവിളി എന്ന നിലയിൽ പ്രാർത്ഥനയെ നമ്മൾ സ്വാഭാവികമായി കാണുന്നുണ്ട്. അത് തെറ്റൊന്നുമല്ല. പ്രാർത്ഥിക്കരുതെന്ന് ഞാൻ പറഞ്ഞില്ല, നിസ്സഹായതയിൽ നിലവിളിക്കരുതെന്നും പറഞ്ഞില്ല. അല്ല പിന്നെന്തോ ചെയ്യാനാ? നിലവിളിച്ചോ, അതിന് പ്രശ്നമൊന്നുമില്ല. നിലവിളിച്ചാൽ ദൈവം കേൾക്കുകയും ചെയ്യും, ഇല്ലെന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ ഉണ്ട്. പക്ഷേ ക്രിസ്തീയ പ്രാർത്ഥന
യേശു കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന അല്ലെങ്കിൽ ദൈവഹിതപ്രകാരമുള്ള പ്രാർത്ഥന, ഒരു ശിഷ്യൻ്റെ പ്രാർത്ഥന നിസ്സഹായതയിൽ നിന്നുള്ള ഒരു നിലവിളി അല്ല എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ ഒന്നാമത്തെ കാരണം, നമ്മൾ അങ്ങനെ നിസ്സഹായതയിൽ കഴിയുന്നവരല്ല. നമുക്കങ്ങനെ ഒരു നിസ്സഹായ അവസ്ഥയില്ല. ഒരു ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്തില്ല? അവനൊരു നിസ്സഹായ അവസ്ഥയില്ല. നമ്മൾ വ്യത്യസ്തരാണ്. വേദപുസ്തകത്തിലെ ചില ഉപമകൾക്ക് നമ്മൾ കൊടുക്കുന്ന വ്യാഖ്യാനം ഒരു പരിധി വരെ വേദപുസ്തകം ഉദ്ദേശിക്കുന്ന ഉപമയിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ടാണ്, മെസ്സേജിൽ നിന്ന്. അപ്പോൾ ഈ നമ്മൾ പറഞ്ഞില്ല, പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുക, പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കണം എന്നാലേ കേൾക്കത്തുള്ളൂ ദൈവം. അപ്പോൾ അതിന് നമ്മൾ ഉടനെ തന്നെ പറയും, ആ വിധവയുടെ കാര്യം തന്നെ ഒന്ന് ആലോചിച്ചേ, അവൾ പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചു, അതുകൊണ്ടല്ലേ അവൾക്ക് കാര്യം സാധിച്ചു കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് നമ്മളും പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കണം എന്നൊക്കെ എന്നോട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ശരിക്കും കർത്താവ് ആ ഉപമ പറഞ്ഞത് നേരെ ഓപ്പോസിറ്റാ. എന്നറിയാമോ? ആ വിധവയുടെ പ്രത്യേകത, അവൾക്ക് ആശ്രയമായിട്ട് ആരും ഇല്ല. രണ്ടാമത്തെ പ്രശ്നം, അവൾ ചെല്ലുന്നത് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ലാത്ത ഒരു വ്യക്തിയുടെ അടുത്താണ്. കർത്താവ് ഉമ്മയിൽ പറയുന്നത് നമ്മൾ ആ വിധവയെ പോലെ അല്ല എന്നാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. നമ്മൾ ആ വിധവയെ പോലല്ല. കാരണം നമുക്കൊരു സ്വർഗസ്ഥ പിതാവ് ഉണ്ട്, അവ കാര്യമില്ല. നമ്മൾ അങ്ങനത്തെ ഒരാളല്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ ചെന്ന് പ്രാർത്ഥിക്കുന്നത് ദൈവത്തെ ഭീതിയും മനുഷ്യനെ ശങ്കയും ഇല്ലാത്ത ഒരു അനീതിയുള്ള ന്യായാധിപൻ്റെ അടുത്ത് അല്ല. നമ്മളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഒരു പിതാവിൻ്റെ അടുക്കലാണ് നമ്മൾ ചെല്ലുന്നത്. അതുകൊണ്ട് ആ വിധവയെ പോലെ പ്രാർത്ഥിക്കണമെന്നല്ല. ആ വിധവ, ആരോരുമില്ലാത്ത ആ വിധവ അനീതിയുള്ള ഒരു ന്യായാധിപൻ്റെ അടുത്ത് എന്ന് പറഞ്ഞപ്പോൾ അവൻ കാര്യങ്ങളെ ചെയ്തു കൊടുത്തെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥ പിതാവ് നിങ്ങളുടെ ആവശ്യങ്ങളെ നിർവഹിക്കുവാൻ എത്ര അധികം ചെയ്യുമെന്നാണ് അത് പറയുന്നത്. അല്ലാതെ നിങ്ങൾ ബുദ്ധിമുട്ടിച്ചാലേ ദൈവം നിങ്ങളെ സഹായിക്കുകയുള്ളൂ എന്നല്ല. നമ്മൾ ദൈവം ബുദ്ധിമുട്ടിച്ചാൽ മാത്രം സഹായിക്കുന്ന ഒരു അനീതിയുള്ള ന്യായാധിപൻ അല്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ ക്രിസ്തീയ പ്രാർത്ഥന എന്ന് പറയുന്നത് നിസ്സഹായതയിൽ നിന്നുള്ള ഒരു നിലവിളിയല്ല. കാരണം നമ്മൾ നിസ്സഹായരല്ല. നമ്മളെ സഹായിക്കുവാൻ നോക്കിയിരിക്കുന്ന ഒരു കർത്താവ് നമുക്ക് ഉണ്ട്. പക്ഷെ ചില ആളുകളൊക്കെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയുന്നത്, ഞാൻ ഉപവാസത്തെക്കുറിച്ച് എവിടെയോ ഒരു ബുക്ക് കിടക്കുന്നുണ്ട്, ഒരു കൊച്ചു ചെറിയ ബുക്കാണ്, ഒരു മലയാളം ബുക്കാണ്. അതിനകത്ത് ഒരാൾ എഴുതിയിരിക്കുക, നിങ്ങൾ സെക്രട്ടേറിയറ്റുകൾ പഠിക്കൽ ഉപവാസം ഇരുന്ന് കാര്യം സാധിക്കും വരെയും ഉപവാസം ഇരിക്കുന്ന ആളുകളെ കണ്ടിട്ടില്ലേ? അതുപോലെ നിങ്ങൾ കാര്യം സാധിക്കും വരെയും ദൈവസന്നിധിയിൽ ഉപവാസത്തോടുകൂടെ ചെന്നിരുന്ന് കാര്യം സാധിച്ചുകൊണ്ട് വേണം വരാനെന്ന്. എന്തൊരു കഷ്ടമാണെന്ന് പറ. ദൈവവചനം അങ്ങനെയാണോ പഠിപ്പിക്കുന്നത്? ആകെപ്പാടെ കൺഫ്യൂഷൻ ആയല്ലേ. ദൈവവചനം അങ്ങനെ അല്ല പഠിപ്പിക്കുന്നത്. കാര്യം സാധിക്കോളം ഉപവാസം ഇരിക്കുക എന്നൊക്കെ പറയുന്നതൊന്നും ഒരു ബിബ്ലിക്കൽ കൺസെപ്റ്റ് അല്ല. നമ്മൾ ദൈവത്തിൻ്റെ സന്നിധി ചെല്ലുന്നത് തന്നെ നമ്മൾ ദൈവത്തിന് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. നമ്മൾ എന്നിട്ട് പറയുന്ന കാര്യം, കർത്താവേ എൻ്റെ ആവശ്യം എന്താണെന്നുള്ളത് നിനക്ക് അറിയാം, അത് നീ നിർവഹിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്, സ്തോത്രം എന്ന് പറഞ്ഞേച്ച് പോരാനാണ് നമ്മൾ ചെല്ലുന്നത്. അല്ലാതെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കാനോ അല്ലെങ്കിൽ കാര്യം സാധിക്കും വരെയും. അപ്പോൾ നമ്മൾ കർത്താവിനെക്കുറിച്ചുള്ള നമ്മൾ ഈ ചില കൺസെപ്റ്റിനകത്തുള്ള ഒരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഡിഫറൻ്റ് ആയിട്ടോ. നമ്മളെ വിളിച്ചത് ചില ഈ പിള്ളേർ ചിലപ്പോൾ ഒരു കയ്യിലൊരു മുട്ടായി കിട്ടിയെന്ന് വെച്ചു, ആ മുട്ടായി കൂട്ടുകാരന് കൊടുക്കത്തില്ല. കൊടുക്കാതിരിക്കുമ്പോഴത്തേക്ക് ഒരുത്തന് മുട്ടായി വേണം, അവന് ഈ ഒരു വിരലിങ്ങനെ പിടിച്ച് തുറക്കും. അപ്പം മുട്ടായിയുടെ ഇച്ചിരയും കാണും. പിന്നെ ആ മുട്ടായിയെ പിടിക്കും, അവൻ ഈ വിരലങ്ങ് അടയ്ക്കും. പിന്നെ നല്ല ശക്തിയൊക്കെ പ്രയോഗിച്ച് ഒരു പരിധി വരെ അവൻ്റെ കൈ പിടിച്ച് തിരിച്ച് മുട്ടായി എടുത്തെങ്കിലായി. അതുകൊണ്ട് ഇംഗ്ലീഷിൽ പറയും, ടേൺ ദ ഹാൻഡ്സ് ഓഫ് ദ ഗാഡ് ഹു ടേൺ ദ വേൾഡ്. ലോകത്തെ തിരിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളെ നിങ്ങൾ തിരിക്കാൻ, അതിനൊന്നും നിങ്ങൾ മെനക്കെടണ്ട. അതൊന്നും നിങ്ങളുടെ ജോലിയുമല്ല. നിങ്ങളുടെ ജോലി അവൻ്റെ അടുത്ത് ചെന്ന് നിസ്സഹായതയിലല്ല,
സന്തോഷത്തോടു കൂടെ, സ്തോത്രത്തോടു കൂടെ. നിങ്ങളുടെ ആവശ്യങ്ങളെ എങ്ങനെ അറിയിക്കണമെന്നാ? സ്തോത്രത്തോടു കൂടെ. കർത്താവേ, എൻ്റെ ആവശ്യങ്ങൾ നീ അറിയുന്നതോർത്ത് ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു എന്ന് പറയുന്ന ഒരവസ്ഥ. അപ്പോൾ അതുകൊണ്ട് ഒരു ശിഷ്യൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് നിസ്സഹായതയിൽ നിന്നുള്ള ഒരു നിലവിളിയല്ല. നമ്മൾ നിലവിളിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളെ സഹായിക്കാത്ത ഒരു അനീതിയുള്ള ന്യായാധിപൻ്റെ മുമ്പിലല്ല നിങ്ങൾ ചെന്ന് നിൽക്കുന്നത്. പകരം എങ്ങനെയെങ്കിലും നമ്മളെ സഹായിക്കാൻ നോക്കിയിരിക്കുന്ന സ്നേഹനിധിയായ ഒരു പിതാവിൻ്റെ സന്നിധിയിലാണ് എന്നുള്ള ബോധ്യത്തോടുകൂടെ അവൻ്റെ അടുക്കൽ നമ്മുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടുകൂടെ അറിയിക്കണം. ദാറ്റ്സ് ഓൾ. അതാണ് ഞാൻ പറഞ്ഞത്. ശിഷ്യൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് സാധാരണ പ്രാർത്ഥന പോലെ നിസ്സഹായതയിൽ നിന്നുള്ള നിലവിളിയല്ല. പിന്നെ ശിഷ്യൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു സൈക്കോളജിക്കൽ നീഡല്ല. ചിലപ്പോൾ ആളുകളൊക്കെ പറയും, മോനെ പ്രാർത്ഥിക്കടാ, നിനക്കൊരു മനസമാധാനം കിട്ടുമെന്ന്. നമ്മൾ യോഗത്തിനും ചിലപ്പോൾ ആളുകളെ വിളിക്കുന്ന അങ്ങനെയാ, എന്തുവാ, നീ യോഗത്തിന് പാടാ, നിനക്കൊരു മനസമാധാനം കിട്ടണമെന്ന്. അങ്ങനെയുള്ള മനസമാധാനം ശ്രീ രവിശങ്കറിൻ്റെ അടുത്ത് ചെന്നാലും കിട്ടും. നിങ്ങൾ ആകെപ്പാടെ കൺഫ്യൂസ്ഡ് ആകരുത്. കേൾക്കുമ്പോൾ ആകെപ്പാടെ വിഷമം തോന്നും. പക്ഷെ ഞാൻ പറയട്ടെ, അങ്ങനെ വെറുതെ ഒരു മനസമാധാനം കിട്ടാനോ ഒരു സൈക്കോളജിക്കൽ ഒരു മനഃശാസ്ത്രപരമായിട്ട് കാര്യങ്ങളെ നേരിടാനുള്ള ഒരു ധൈര്യം കിട്ടാനോ ഒന്നും അല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥന ഇപ്പം കർത്താവിനോട് തന്നെ പ്രാർത്ഥിക്കണമെന്നൊന്നും വലിയ നിർബന്ധമൊന്നും ഇല്ല. സൈക്കോളജിക്കലായിട്ട് മനഃശാസ്ത്രപരമായി ഒരു ധൈര്യം കിട്ടാനൊക്കെ ആണെങ്കിൽ അവൻ കല്ലിനോട് പ്രാർത്ഥിച്ചാലും ആ ധൈര്യമൊക്കെ അവന് കിട്ടും. പക്ഷേ ക്രിസ്തീയ പ്രാർത്ഥന, ഒരു ശിഷ്യൻ്റെ പ്രാർത്ഥന ഒരു സൈക്കോളജിക്കൽ നീഡൊന്നും അല്ല. അതല്ല, അങ്ങനെ ആകാൻ പാടില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. അങ്ങനെയല്ല. നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ ചെല്ലുന്നത് ഒരു മനസമാധാനം കിട്ടട്ടെന്ന് വെച്ചോണ്ടൊന്നുമല്ല. ചെല്ലുമ്പോൾ സമാധാനം കിട്ടുമായിരിക്കും, പക്ഷെ സമാധാനം കിട്ടാനൊന്നും അല്ല നമ്മൾ ദൈവസന്നിധി ചെല്ലുന്നത്. കാരണം ആരാ അവിടെ ഇരിക്കുന്നത്? നമ്മുടെ സ്വർഗസ്ഥ പിതാവാണ്, നമ്മുടെ പിതാവ്. നമുക്ക് അവൻ്റെ അടുത്ത് ചെല്ലാം. അവൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവൻ്റെ സന്നിധി സന്തോഷത്തിൻ്റെ പരിപൂർണതയുണ്ട്. നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ചില ആളുകൾ പറയുന്നുണ്ടോ, പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് ഈവൻ ഈ കൗൺസിലിങ്ങിനും മറ്റുള്ള സ്ഥലങ്ങളിലുമൊക്കെ സെക്യുലർ കൗൺസിലിങ്ങിൽ പോലും ആളുകൾ ചിലപ്പം പറയാറുണ്ട്, നിങ്ങൾ പ്രാർത്ഥനയ്ക്കും യോഗത്തിനും ഒക്കെ പോകണം. അത് അവരുടെ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ്. അങ്ങനെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടൊന്നും ആരെയും നമ്മൾ വിളിച്ചുകൊണ്ട് വരേണ്ട കാര്യമൊന്നുമില്ല. കാരണം വളരെ സ്പെസിഫിക് ആയിട്ടുള്ളൊരു റീസൺ ഉണ്ട് എന്തുകൊണ്ട് ഒരാൾ യേശുവിൻ്റെ അടുത്ത് ചെല്ലണമെന്ന് പറയുന്നത്. ഒരു സൈക്കോളജിക്കൽ നീഡല്ല. യു സീ വൈ എ പേഴ്സൺ ഷുഡ് കം ടു ജീസസ്? ബിക്കോസ് ഹീ ഈസ് എ സിന്നർ. അവനൊരു പാപിയാണ്. അവന് വേറെ ലോകത്തിൽ ആരുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവൻ്റെ പാപത്തിൻ്റെ മോചനം ലഭ്യമല്ല. ഇതൊന്നും പറയാതെ കുറച്ച് ഈ കൗൺസിലിങ്ങോ അല്ലെങ്കിൽ സെക്യുലർ കൗൺസിലിംഗ് നടത്തുന്ന ആളുകളെ പോലെയൊക്കെ ഈ ഇന്നത്തെ ക്രൂസൈഡ് പ്രീച്ചേഴ്സ് ഒക്കെ ചെയ്യുന്ന ഒരു വലിയൊരു പ്രശ്നമാണ്. മോട്ടിവേഷണൽ പ്രീച്ചേഴ്സൊക്കെ ഇപ്പോഴത്തെ ഒത്തിരി ആൾക്കാരുണ്ടല്ലോ. മോട്ടിവേഷണൽ, ഞങ്ങളുടെ ചർച്ചിൽ വന്ന് ഫീൽ ഗുഡ്, ജോയ് റോസ്റ്റനൊക്കെ പറയുന്നതാണ്, യു കം ടു അവർ ചർച്ച്, ഫീൽ ഗുഡ്, വി ഡോണ്ട് ആസ്ക് എനി ക്വസ്റ്റ്യൻ. ഞങ്ങൾ നിങ്ങളെ പാപിന്നൊന്നും വിളിച്ചൊന്നും വിഷമിപ്പിക്കത്തില്ല. ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ്, ഡോണ്ട് കോൾ മാൻ എ സിന്നർ. അവന് ചിലപ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. ആ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ സഭയിൽ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതങ്ങ് പൊക്കോളും. ഫീൽ ഗുഡ്. ദാറ്റ് ഈസ് നോട്ട് ബിബ്ലിക്കൽ. അടിസ്ഥാനപരമായത് ബിബ്ലിക്കൽ അല്ല. ശിഷ്യൻ്റെ പ്രാർത്ഥന ഒരു സൈക്കോളജിക്കൽ നീഡല്ല. ശിഷ്യൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് മതപരമായ ഒരു ചടങ്ങല്ല. യഹൂദന്മാരിൽ പരീശന്മാരായ ആളുകൾക്ക് പ്രാർത്ഥന എന്ന് പറയുന്നത് മതപരമായ ഒരു ചടങ്ങായിരുന്നു. അവർ എല്ലാ 3 മണിക്കൂർ കൂടുമ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. രാവിലെ 9 മണിക്ക്, ഉച്ചയ്ക്ക് 12 മണിക്ക്, വൈകുന്നേരം 3 മണിക്ക് എല്ലാം അവർക്ക് പ്രയറുണ്ട്. 3-ാം മണി നേരം എന്ന് പറഞ്ഞാൽ അവർ ജൂയിഷ് ആൾക്കാർ ദിവസം തുടങ്ങുന്നത് രാവിലെ 6 മണിക്കാണ്. 7, 8, 9 മണിയാകുമ്പോൾ അവർ പ്രാർത്ഥിക്കാൻ പോകും. പിന്നെ 12 മണിയാകുമ്പോൾ പ്രാർത്ഥിക്കാൻ പോകും. 3 മണിയാകുമ്പോൾ പ്രാർത്ഥിക്കാൻ പോകും. അത് മതപരമായ ഒരു ചടങ്ങ്, അത് അവർക്ക് മാറ്റാൻ പറ്റില്ല. ഒരു റുട്ടീൻ അനുസരിച്ച് അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കും? പ്രാർത്ഥിക്കും. അത് തെറ്റാണെന്ന് ചോദിച്ചാൽ തെറ്റല്ല. ഈ പറയുന്ന കാര്യങ്ങൾ തെറ്റാണെന്നല്ല. 3 അല്ല 5 വട്ടം പ്രാർത്ഥിച്ചാലും എന്നല്ല, പ്രാർത്ഥിക്കണം, അത് വേറെ കാര്യം.
പക്ഷേ അതൊരു ചടങ്ങ് തീർക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഒരു ശിഷ്യൻ്റെ പ്രാർത്ഥനയല്ല. അതിന് നമ്മുടെ ജീവിതത്തിലാണെങ്കിലും നമ്മുടെ ഇപ്പം പലപ്പോഴും ആളുകൾ സഭായോഗത്തിന് വരുന്നതും ഒക്കെ ഒരു ചടങ്ങായി വന്നു പോകുന്നുണ്ട് ഇപ്പം, ഇല്ലേ? പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന മിക്ക വീട്ടിലും ഇല്ല. ഇനി ഉള്ളത് തന്നെ പലരും ഒരു ചടങ്ങ് പോലെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ശിഷ്യൻ്റെ പ്രാർത്ഥനയല്ല. ഒരു ശിഷ്യൻ്റെ പ്രാർത്ഥന എങ്ങനെ ആയിരിക്കണം? കർത്താവ് പഠിപ്പിച്ചതുപോലെ ആയിരിക്കണം ഒരു ശിഷ്യൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത്. പിന്നെ അപ്പം ശിഷ്യൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് നിസ്സഹായത എന്നുള്ളൊരു നിലവിളിയല്ല, അതുപോലെ ഒരു സൈക്കോളജിക്കൽ ഒരു സജഷൻ അല്ല, അതുപോലെ ഒരു മതപരമായ ചടങ്ങല്ല. എന്നാൽ ഇതെല്ലാം പറയുമ്പോഴും നമുക്ക് എന്തുണ്ട്? നമ്മൾ പ്രാർത്ഥനയ്ക്ക് മൂന്ന് നേരം പ്രാർത്ഥിക്കരുതെന്നോ അല്ലെങ്കിൽ അതല്ല ഇതിനകത്തെ കാര്യം ഞാൻ പറയുന്നത്, പ്രാർത്ഥിക്കരുതെന്നല്ല. പക്ഷേ ഇതിനപ്പുറത്താണ് ഒരു ശിഷ്യൻ്റെ പ്രാർത്ഥന, ഇതിൽ കൂടുതലാണ്. യഥാർത്ഥ ശിഷ്യനായി കഴിഞ്ഞാൽ 3 നേരമൊന്നും അല്ല, 30 നേരം പ്രാർത്ഥിക്കും. അത് വേറെ കാര്യം. അവൻ 3 നേരമല്ല 30 നേരം പ്രാർത്ഥിക്കും. ഒരു ദൈവദാസനോട് ഒരാളിങ്ങനെ ചോദിച്ചു, നിങ്ങൾ എത്ര സമയം പ്രാർത്ഥിക്കാറുണ്ട്? അദ്ദേഹം പറഞ്ഞു, ഞാൻ അരമണിക്കൂറിൽ കൂടുതലൊന്നും പ്രാർത്ഥിക്കാറില്ല, അറ്റ് എ സ്ട്രെച്ച്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, പക്ഷേ അരമണിക്കൂറിൽ കൂടുതൽ എനിക്ക് പ്രാർത്ഥിക്കാതിരിക്കാനും കഴിയില്ലെന്ന്. ദാറ്റ് മീൻസ് എവറി ഹാഫ് ആൻ അവർ ഐ പ്രേ. അദ്ദേഹം പറഞ്ഞതാണ്, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അരമണിക്കൂറിൽ കൂടുതലൊന്നും പ്രാർത്ഥിക്കാറില്ല, പക്ഷേ അരമണിക്കൂറിൽ കൂടുതൽ ഞാൻ പ്രാർത്ഥിക്കാതിരിക്കത്തില്ലെന്ന്. എന്ന് വെച്ചാൽ എന്താ അതിൻ്റെ അർത്ഥം? എവറി ഹാഫ് ആൻ അവർ ഈസ് പ്രേയിങ്. എല്ലാ അരമണിക്കൂർ കൂടുമ്പോഴും അദ്ദേഹം എന്ത് ചെയ്യും? പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരു വ്യക്തി. ഞാനിത് കേട്ടപ്പോൾ വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ അതുകൊണ്ട് മതപരമായ ചടങ്ങല്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് ചടങ്ങല്ല. 3 നേരം പ്രാർത്ഥിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് എന്നുള്ളത് വെച്ചൊന്നുമല്ല. രാവിലെ പ്രാർത്ഥിക്കാതെ, യെസ്, വി നീഡ് ടു പ്രേ എവറി മോർണിംഗ്. സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് പ്രെയർ, വിത്ത് റീഡിങ് ബൈബിൾ. അതൊക്കെ വളരെ പ്രധാനമാണ്. പക്ഷേ അതൊരു ചടങ്ങായി പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടാകുന്നില്ല. അടുത്തത്, ശിഷ്യൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമല്ല. ഇന്നത്തെ ഒരു വലിയ പ്രശ്നമാണ്, പ്രാർത്ഥന ഒരു പ്രോഗ്രാമായിട്ട് വന്നിരിക്കുകയാണ്. ഒരു പ്രോഗ്രാം, അതായത് സ്പെസിഫിക് ആയിട്ട് നമ്മൾ പറയുന്നു. അപ്പോൾ അതുകൊണ്ട് എന്താണ്, പ്രാർത്ഥനാ യജ്ഞങ്ങളൊക്കെ ഉണ്ട്, ഉപവാസ യജ്ഞങ്ങൾ. 41 ദിവസം ഉപവസിക്കുക. 41 ഇപ്പം കർത്താവിൻ്റെ ഒക്കെ അങ്ങ് ക്രോസ് ചെയ്യുന്ന പാട്ടുകൾ വരെ ഉണ്ട്. അതുപോലെ ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 40 days ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. ഫാസ്റ്റിംഗ് ഈസ് റിയലി ഗുഡ്. പക്ഷേ അത് ഒരു പ്രോഗ്രാം ആക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഇപ്പം വന്ന് ആ പ്രോഗ്രാം ഉണ്ടെങ്കിലേ ആൾക്കാർ പ്രാർത്ഥിക്കുകയുള്ളൂ. ജീവിതത്തിൽ പ്രാർത്ഥിക്കാത്തവരും എന്തു ചെയ്യും? ഒരു പ്രോഗ്രാം വരുമ്പോഴത്തേക്ക്, ഞങ്ങളുടെ ചർച്ച് ഞങ്ങൾ 3 ദിവസത്തേക്ക് എല്ലാവരും ഉപവാസമാണ്, പ്രാർത്ഥനയാണ്, നല്ല കാര്യം. പക്ഷേ വേറെ കാര്യമുണ്ട്, അല്ലാത്ത ദിവസം നിനക്ക് ഉപവാസവും ഇല്ല, പ്രാർത്ഥനയില്ലെങ്കിൽ എന്താ ഗുണം? അതുകൊണ്ട് പ്രാർത്ഥന ഒരു പ്രോഗ്രാം ആകരുത്. അതുകൊണ്ട് എന്താ, പ്രാർത്ഥനാ യജ്ഞങ്ങൾ ഇപ്പോൾ ഒത്തിരി നടക്കുന്നുണ്ട്. എവിടെ ചെന്ന് കഴിഞ്ഞാലും അത് വലിയ ബാനറും ഒക്കെ കെട്ടി അങ്ങ് ഭയങ്കര സ്റ്റേഡിയം ഒക്കെ എടുത്ത് ഭയങ്കര പ്രാർത്ഥനയാണ്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്തോ നടക്കുന്നത് എനിക്കറിയില്ല. പക്ഷേ പ്രാർത്ഥിക്കുന്നവൻ്റെ വരെ ഫോട്ടോ അടിച്ചു വെക്കും, അല്ലേ? എന്നിട്ട് അതിനകത്ത് ഇൻട്രൊഡക്ഷന് വേണ്ടിയുള്ള മൈക്ക് കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങൾ, പിന്നെ എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യാനായിട്ടുള്ള പരിപാടികൾ. ഇതൊന്നും ബിബ്ലിക്കലല്ല. ഒരു ശിഷ്യൻ്റെ പ്രാർത്ഥന ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഒരു ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ പബ്ലിക്കിൽ, ഇപ്പം ശിഷ്യൻ്റെ പ്രാർത്ഥന മനുഷ്യന് വിളങ്ങേണ്ടതിന് വേണ്ടിയല്ല. കർത്താവ് പറഞ്ഞു, പരീശനെ പോലെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പരീശന്മാരെ പോലെ ആകരുത്. അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. ഇന്നിപ്പം ഒരാൾ ഇങ്ങനെ പറഞ്ഞു കണ്ടു, എൻ്റെ ബ്രദറെ, ഞാൻ അവളുടെ യോഗത്തിന് പോയിട്ട് എനിക്കൊന്ന് പ്രാർത്ഥിക്കാൻ പോലും അവസരം തന്നില്ലെന്ന്. അപ്പം ഞാൻ ചിന്തിക്കണം, നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിനെന്തോ അവസരം, അവിടെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ പോലെ. അത് പറ്റത്തില്ല. എവിടെ വന്ന് പ്രാർത്ഥിക്കണം? മൈക്കിൻ്റെ മുമ്പിൽ വന്ന് നിന്ന് പ്രാർത്ഥിക്കണം. ഇതെന്തോന്ന് ക്രിസ്ത്യാനിറ്റി? ഇതിനകത്ത് എന്താണ് വേദപുസ്തക പ്രകാരം ഇതെങ്ങനെയാണ് ബിബ്ലിക്കൽ പ്രെയർ ആകുന്നത്? ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്.
ഇതാണോ യേശു പഠിപ്പിച്ചത്? നമ്മളിതിനെ പരീശന്മാരെ കുറ്റം പറയുന്നത്? നമ്മളെക്കാളൊക്കെ വളരെ നല്ല ആളുകളായിരുന്നു പരീശന്മാർ. അവൾക്ക് ഇത്രയും വലിയ ദോഷമില്ലായിരുന്നല്ല ചിന്ത. സി, അപ്പോൾ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് വേണ്ടി അല്ല ഒരു ശിഷ്യൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത്. നമ്മുടെ പ്രാർത്ഥന മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് വേണ്ടി ആകരുത്. ഞാൻ അതിനെക്കുറിച്ചൊക്കെ പല ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഞാനിതിപ്പം ആ ഒരു ഇതിലേക്കൊന്ന് കടക്കുന്നതിന് മുമ്പായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞതാണ്. അതുപോലെ ഒരു ശിഷ്യൻ്റെ പ്രാർത്ഥന കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള ഒരു മീൻസ് അല്ല. ഇതും ഇതേപോലെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. കാര്യം സാധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് ഒരു വിജാതീയ സങ്കല്പമാണ്. ഒരു വിജാതീയ സങ്കല്പമാണ്. എനിക്ക് ചില ആഗ്രഹങ്ങളുണ്ട്. ഈ ആഗ്രഹങ്ങൾ ദൈവത്തിൻ്റെ സന്നിധി പോയി സാധിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന. അത് ബിബ്ലിക്കലല്ല. ഇത് കേൾക്കുമ്പോൾ നമുക്ക് കാര്യം പറയുന്നതെല്ലാം കാര്യം സാധിക്കുവോളോ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ലിസ്റ്റ് എഴുതണം, അതാണ് ഇതാണെന്ന് പറഞ്ഞ് ലിസ്റ്റ് എഴുതി പ്രാർത്ഥിക്കുന്നവരൊക്കെ ഒത്തിരി പേരുണ്ടല്ലോ. ഇവിടെ ഉണ്ട് ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്ന ലിസ്റ്റൊക്കെ എഴുതി പ്രാർത്ഥിക്കുന്നവരുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കാര്യം സാധിച്ചു കഴിഞ്ഞാലേ നമുക്ക് മനസ്സമാധാനം ഉണ്ടാകത്തുള്ളൂ. അത് തന്നെയല്ല, ഈ ലിസ്റ്റ് എൻ്റെ ഒരു ലിസ്റ്റല്ല ഞാൻ കൊടുക്കുന്നത്, ഇല്ലേ? ഒരു യഥാർത്ഥ ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് സ്വന്തമായ ഇഷ്ടങ്ങളോ താല്പര്യങ്ങളോ ഇല്ല. ഞാൻ ഒരിക്കലും ഒരു ചർച്ചിൽ പ്രസംഗിച്ച കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, സീക്ക് ye first the kingdom of God and its righteousness. ഞാൻ ചോദിച്ചു, രണ്ടാമതോ? മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, രണ്ടാമതോ? നമ്മളെ ഒക്കെ മനസ്സിൽ കിടക്കുന്നത് അതെ, മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കണം, പക്ഷെ പിന്നെ നമ്മളെ കാര്യമാണ് നമ്മളെ മനസ്സിൽ കിടക്കുന്നത്, രണ്ടാമത് നമ്മളെ കാര്യം. പക്ഷെ ആ വാക്യത്തിൽ നമ്മുടെ കാര്യം എന്ന് പറഞ്ഞ് രണ്ടാമതില്ല. മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ, അതോടുകൂടെ ആൻഡ് ഓൾ ദീസ് തിങ്സ് ഷാൽ ബി ആഡഡ് അൺടു യു, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. ഏതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശ്രദ്ധിക്കത്തില്ല. കാര്യം ഞാൻ പറഞ്ഞത് മറ്റൊന്നുമല്ല, നിങ്ങളുടെ കുറ്റമല്ല. ഇതൊക്കെ പ്രസംഗിക്കുന്ന വേദപുസ്തകം അറിയാൻ വയ്യാത്ത കുറേ പ്രസംഗകരാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത്. മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും. എന്താണ് ഇതൊക്കെയും? മുകളിൽ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെയും എന്ന് മൂന്നിടത്താണ് പറയുന്നത്. ഒന്ന് പറഞ്ഞു, ആകയാൽ എന്ത് തിന്നും എന്ത് കുടിക്കും എന്തുടുക്കുമെന്ന് വിചാരപ്പെടരുത്, ഇതൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നു. എന്ത്? നിങ്ങൾക്ക് വല്ലതും കഴിക്കണം, നിങ്ങൾക്ക് വല്ലതും കുടിക്കണം, നിങ്ങൾക്ക് എന്തെങ്കിലും ഉടുക്കണം, ഇതൊക്കെ അതുപോലും അന്വേഷിക്കുന്നത് ജാതികളാണ്. അത് ഞാൻ വിരണ്ടുപോയി അത് വായിച്ചപ്പോൾ, ആദ്യമൊക്കെ വായിച്ചപ്പോഴേ. കാര്യം എന്ത് തിന്നും എന്ത് കുടിക്കും എന്ത് ഉടുക്കും എന്ന് പോലും അന്വേഷിക്കുന്ന പറയുമ്പോഴത്തേക്ക് വിചാരപ്പെടുന്നതെന്നുള്ള അർത്ഥത്തിലാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലും ജാതികളാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കൺസേൺ അല്ല അവൻ എന്ത് കഴിക്കും എന്ത് കുടിക്കും എന്തുടുക്കും എന്നുള്ളത് പോലും അവൻ്റെ കൺസേൺ അല്ല. ഇതൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നു. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. ഏതൊക്കെ? കഴിക്കാനും കുടിക്കാനും ഉടുക്കാനും ഉള്ളത് നിങ്ങൾക്ക് ലഭിക്കും. അത്രയുമാണ് പ്രോമിസ്. അല്ലാതെ ഇതൊക്കെയും എന്ന് പറയുമ്പോൾ കൈ ഇങ്ങനെ പോകരുത്, ഇതൊക്കെയും എന്ന് പോകരുത്. അത് ബിബ്ലിക്കലല്ല, അത് വേദപുസ്തക പ്രകാരമുള്ള ഒരു പ്രാർത്ഥനയല്ല. നിങ്ങൾക്ക് തോന്നുന്ന മൊത്തം കാര്യങ്ങളും കൂടെ എഴുതി വെച്ച് പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുന്നതൊന്നും വേദപുസ്തകത്തിൻ്റെ തത്വമല്ല. നമ്മൾ ഈ ടി വിയിലൊരു ദിവസം ഞാനിങ്ങനെ പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരാൾ പ്രസംഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അതോടുകൂടെ സകലവും നിങ്ങൾക്ക് നൽകാതിരിക്കുവോ? സകലവും. അദ്ദേഹം പ്രസംഗിക്കുക, എന്താണ് സകലവും? നീ നോക്ക്, നിനക്ക് കാണാൻ കഴിയുന്നതെല്ലാം. നിനക്ക് കാറ് വേണോ കാറ്, നിനക്ക് വീട് വേണോ വീട്, നിനക്ക് BMW വേണോ BMW, നിനക്ക് കാഡിലാക്ക് വേണോ കാഡിലാക്ക്, ഇതൊക്കെയും. എങ്ങനെയാ വേദപുസ്തകം ഇതുമായിട്ട് യോജിക്കുന്നത്?
അവിടെ പറഞ്ഞിരിക്കുന്ന വാക്യത്തിൻ്റെ പശ്ചാത്തലം പഠിക്കാതെയല്ല ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പറയുന്നത്. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? റോമാലേഖനം 8-ാം അധ്യായത്തിൽ ഭൗതികമായ ഒരൊറ്റ കാര്യത്തെക്കുറിച്ച് പോലും പറഞ്ഞിട്ടില്ല. അവിടെ പറയുന്നത് നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ, അവിടെ പറയുന്ന മുഴുവൻ നമുക്ക് ലഭിക്കാൻ പോകുന്ന തേജസ്സിനെ കുറിച്ചാണ്. തേജസ്സിനെ കുറിച്ച് അവിടെ പറയുകയാണ്, നീതീകരിക്കുന്നവൻ ദൈവം, നീതീകരിക്കുന്നവൻ. അപ്പോൾ നീതീകരിക്കുവാൻ വേണ്ടി അവൻ എന്ത് ചെയ്തു? സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു. മനസ്സിലാക്കണം, നീതീകരിക്കുവാൻ വേണ്ടി അവൻ സ്വന്തം പുത്രനെ ഏൽപ്പിച്ചു തന്നു. ആ ദൈവം നീതീകരിച്ച ശേഷം വെറുതെ വിട്ടുകളയത്തില്ല. ആ തേജസ്കരണം വരെയും നമ്മളെ കൊണ്ടുപോകുമെന്ന് ആ വാക്യത്തിൻ്റെ അർത്ഥം. അത്രയേ ഉള്ളൂ അവിടെ. അതായത് സകലവും എന്ന് പറയുന്നത് അവിടെ നമുക്ക് ലഭിക്കാൻ പോകുന്ന സ്വർഗത്തിൻ്റെ മഹിമ, സ്വർഗത്തിലെ തേജസ്സിനെ കുറിച്ചാണ് പറയുന്നത്. അല്ലാതെ കാറും വീടും ഒന്നും അല്ല അവിടെ പറയുന്നത്. പക്ഷെ പ്രസംഗിക്കുന്ന ഇതാ. ഇതൊക്കെ കേട്ട് നമ്മൾ കൈയടിക്കാനും തുള്ളാനും ഉണ്ട്. നിങ്ങളാ ഇവരെ നശിപ്പിക്കുന്നത്. മാനമര്യാദയ്ക്ക് പാസ്റ്ററെ അവിടെ അതല്ലല്ലോ പറയുന്നത് എന്നൊക്കെ അങ്ങ് പറയണം. അത് നിങ്ങൾ വേദോസം വായിച്ചിട്ട് ഇല്ലേ? ഞാൻ ബെരോവയിലെ ക്രിസ്ത്യാനികളെ കുറിച്ച് പറയുന്നൊരു വാക്കുണ്ടല്ലോ, അവർ ദൈവവചനം കൈക്കൊണ്ടു, പക്ഷേ അത് അങ്ങനെ തന്നെയോ എന്ന് തിരുവെഴുത്തുകളെ പരിശോധിച്ചു. എന്നിട്ട് അവർ അത് ശരിക്കും അക്സെപ്റ്റ് ചെയ്യുന്നത്. ദൈവവചനം കേട്ടു, അവർ അംഗീകരിച്ചു, പക്ഷേ അത് ഉള്ളിൽ അക്സെപ്റ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? ഇത് അങ്ങനെ തന്നെയൊന്ന് തിരുവെഴുത്തുകളെ പരിശോധിച്ചിട്ടാണ്. ആര് പ്രസംഗിച്ച പ്രസംഗം ഇവിടെ തിരുവെഴുത്തുകളെ പരിശോധിച്ചത്? പൗലോസ് പ്രസംഗിച്ചിട്ട് അത് വേദപുസ്തകത്തിൽ അങ്ങനെ തന്നെയാണെന്ന് നോക്കിയിട്ട് അവന്മാരെടുത്തത്. അങ്ങനെയാണെങ്കിൽ ഈ ക്രൂസൈഡുകാരൻ പ്രസംഗിക്കുമ്പം വെട്ടി വിഴുങ്ങണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു കഷ്ടമാണ് പ്രിയമുള്ളവരെ. ദൈവവചനം അതിന് യോജിക്കാത്ത പ്രസംഗങ്ങൾ കൊണ്ടിന്ന് നിറഞ്ഞിരിക്കുകയാണ് നമ്മുടെ സമൂഹം. ദൈവവചനത്തിൽ ചേരാത്ത പ്രസംഗങ്ങൾ കൊണ്ട്. ദൈവവചനത്തിൽ എന്ത് പറയുന്നു എന്നുള്ളത് നമ്മൾ നോക്കണം. അതനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയല്ല. നമ്മളുടെ മോഹങ്ങളെല്ലാം നിർവഹിക്കാൻ ദൈവത്തെ ഉപയോഗിക്കാൻ വേണ്ടിയുള്ളതല്ല പ്രാർത്ഥന. ഇതിനെക്കുറിച്ച് ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ളൊരു ഇല്ലസ്ട്രേഷൻ ഉണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മൾ ഒരു ലിസ്റ്റ് എഴുതിയിട്ട് ദൈവത്തിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറയും, കർത്താവേ ഈ ലിസ്റ്റൊക്കെ നീ കണ്ടല്ലോ, ഇതിൻ്റെ താഴെ ഒന്ന് ഒപ്പിട്ടേക്കണേ. ഇതാണ് നമ്മുടെ പ്രാർത്ഥന. ലിസ്റ്റെല്ലാം നമ്മൾ വായിച്ച് കേൾപ്പിക്കും. എന്നിട്ട് പറയും ഇതിൻ്റെ താഴെ ഒന്ന് ഒപ്പിട്ടേക്കണം. അപ്പോൾ ദൈവത്തെ കൊണ്ട് ഒപ്പിടിക്കാനാണ് പ്രാർത്ഥന. നമ്മുടെ ആവശ്യങ്ങളുടെ താഴെ ദൈവത്തിൻ്റെ ഒപ്പ്. ഒരാളിങ്ങനെ ലിസ്റ്റ് എഴുതി ഒരു ഇംഗ്ലീഷിൽ വന്ന ഒരു കാർട്ടൂണാണ്. ലിസ്റ്റ് എഴുതിയപ്പോൾ ഇദ്ദേഹത്തിന് തന്നെ ഒന്ന് ഇച്ചിരി കൂടുതലാണ് ചോദിച്ചിരിക്കുന്നതെന്ന്, ലിസ്റ്റിൻ്റെ ഇച്ചിരി നീളം കൂടുതലാണെന്ന്. അപ്പോൾ ഞായറാഴ്ച ആണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. ഞായറാഴ്ച പ്രാർത്ഥിച്ച് ലിസ്റ്റെല്ലാം കൂടെ എഴുതി കഴിഞ്ഞിട്ട് അദ്ദേഹം ദൈവത്തോട് പറഞ്ഞു, കർത്താവേ ലിസ്റ്റ് ഇച്ചിരി നീണ്ടുപോയി. ഞാൻ മലയാളീകരിച്ച് പറയാണ്. അതുകൊണ്ട് ചില ലിസ്റ്റ് നീളം കൂടുതലായതുകൊണ്ട് ഇതെല്ലാം കൂടെ തിങ്കളാഴ്ച രാവിലെ തന്നെ തരണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞായറാഴ്ചയാണല്ലോ, ചൊവ്വാഴ്ച രാവിലെ കിട്ടിയാലും മതിയെന്ന്. അപ്പോൾ ഞായറാഴ്ച പ്രാർത്ഥിച്ചു, തിങ്കളാഴ്ച രാവിലെ തന്നെ വേണമെന്ന് ഞാൻ നിർബന്ധം പറയുന്നില്ല. ചില ലിസ്റ്റ് നീണ്ടു പോയതുകൊണ്ട് ഇനി അത് ചൊവ്വാഴ്ച രാവിലെ ആണെങ്കിലും മതി. ഇതാണ് നമ്മുടെ പ്രാർത്ഥന. ഇതാണ് നമ്മളെ പഠിപ്പിച്ചു വച്ചിരിക്കുന്ന സാധാരണ പ്രാർത്ഥന. പക്ഷേ അതല്ല യഥാർത്ഥത്തിലുള്ള പ്രാർത്ഥന. യഥാർത്ഥത്തിലുള്ള പ്രാർത്ഥന ലിസ്റ്റും കൊണ്ട് ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലുകയല്ല. ഒരു വെള്ളക്കടലാസ് എടുത്ത് അതിൻ്റെ താഴെ ഒരു ഒപ്പിട്ടേച്ച് ദൈവത്തോട് പറയണം, കർത്താവേ ഞാൻ നിൻ്റെ ദാസനാ, ഞാനിവിടെ ഒപ്പിട്ടിട്ടുണ്ട്, നിൻ്റെ ഹിതം എന്താണോ അത് ഇതിൻ്റെ മുകളിലോട്ട് എഴുതിയാൽ ഞാനത് ചെയ്തോളാം. അതാണ് യഥാർത്ഥത്തിലുള്ള പ്രാർത്ഥന. യഥാർത്ഥത്തിലുള്ള പ്രാർത്ഥന എൻ്റെ ഇഷ്ടങ്ങൾ ദൈവത്തെ കൊണ്ട് ചെയ്യിക്കാനല്ല, പ്രത്യുത ദൈവത്തിൻ്റെ ഇഷ്ടം അവൻ്റെ ശക്തിയിൽ ഞാൻ ചെയ്യേണ്ടതിനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അതിന് പ്രാർത്ഥിക്കണം, ദൈവഹിതപ്രകാരമുള്ള ഒരു ജീവിതത്തിന് വേണ്ടി. അപ്പോൾ ശിഷ്യൻ്റെ പ്രാർത്ഥന കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള കാര്യമല്ല. എന്താണ് യഥാർത്ഥത്തിലൊരു ശിഷ്യൻ്റെ പ്രാർത്ഥന? ഒരു ശിഷ്യൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് അപ്പനുമായിട്ടുള്ള സംസർഗവും സംസാരവുമാണ്.
ഒരു ശിഷ്യൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് പിതാവുമായിട്ടുള്ള സംസാരവും സംസർഗവുമാണ്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നു, അതിന് മുമ്പ് പറയുന്നത് നിങ്ങൾ ജാതികളെ പോലെ നിങ്ങൾ പരീശനെ പോലെ പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, കപടഭക്തിക്കാരെ പോലെ അരുത് എന്ന് പറഞ്ഞിട്ട് പറയും, നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കിടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. അപ്പോൾ ആരോടാ പ്രാർത്ഥിക്കേണ്ടത്? പിതാവിനോടാണ് പ്രാർത്ഥിക്കേണ്ടത്. അത് ടോക്ക് അബൌട്ട് ഇറ്റ്, അതിനെക്കുറിച്ച് ഞാൻ പറയാം. പിതാവുമായിട്ടുള്ള ഒരു സംസാരമാണ്. രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിനക്ക് പ്രതിഫലം തരും. അപ്പോൾ പിതാവുമായിട്ടുള്ള ഒരു രഹസ്യ സംഭാഷണമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പോൾ ഈ മീറ്റിംഗ് നമ്മൾ നടത്തുന്നതിൻ്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇന്നത്തെ ഒരു വലിയൊരു പ്രോബ്ലം ഈ ക്ലൈമാക്സിന് വേണ്ടി നമ്മൾ നോക്കിയിരിക്കും. അതുകൊണ്ട് ദൈവം നിങ്ങളോട് സംസാരിക്കുന്ന സമയങ്ങളിൽ ഇപ്പം എന്തിനും ക്ലൈമാക്സ് ആയിപ്പോൾ ഒരു പാട്ട് പാടുകയാണെങ്കിൽ പോലും അതിൻ്റെ 4-ാമത്തെ സ്റ്റാൻസ പാടുമ്പോഴേ നമുക്ക് ആത്മീയം വരത്തുള്ളൂ. ഞാൻ ചോദിക്കാറുണ്ട്, ഈ ആദ്യത്തെ 3 സ്റ്റാൻസായിൽ ഒന്നും ഇല്ലയോ? അതാണോ നിങ്ങൾ ഈ 4-ാമത്തെ സ്റ്റാൻസ കഴിയുമ്പോൾ മാത്രം ഈ കയ്യൊക്കെ കൊട്ടി വലിയ ബഹളമൊക്കെ ഉണ്ടാക്കുന്നത്? ആദ്യത്തെ സ്റ്റാൻസ പാടുമ്പോൾ എന്നെ കൊട്ടാത്തത്? അതൊരു ഡിസപ്ഷനാണ്. ഈ ക്ലൈമാക്സിന് വേണ്ടിയുള്ള ഒരു നോക്കിയിരിപ്പെന്ന് പറയുന്നത്. അത് പ്രസംഗം അതേപോലെ തന്നെയാണ്. പ്രസംഗിക്കുമ്പോഴിപ്പം വന്ന് 1 മണിക്കൂർ ഒരാൾ പ്രസംഗിച്ചാൽ 50 മിനിറ്റും ആളുകൾ ശ്രദ്ധിക്കത്തില്ല. അത് കഴിയുമ്പോൾ ഉപദേശി ശബ്ദമൊക്കെ ഒന്ന് മാറ്റും. അന്നേരവാ എല്ലാവരും ഒന്ന് ഉണരുന്നത്. പിന്നെ വലിയ തീരുമാനമെടുക്കുകയും കൈവൊക്കുകയും, അത് കഴിയുമ്പോൾ അങ്ങ് തീരും. കൈവൊക്കുന്നതൊക്കെ വലിയ തമാശയാണ് കേട്ടോ. കാര്യം എന്തിനാ കൈവൊക്കിയെന്ന് പോലും അറിയാൻ വയ്യാതാ കൈവൊക്കുന്നത്. ഞാൻ കുറേ വർഷം മുമ്പാ ഒരിടത്ത് ഓഡിയൻസിൻ്റെ അടുത്തിരിക്കുക. അപ്പം ഉപദേശി എന്തോ പറഞ്ഞപ്പോൾ കരങ്ങളെ ഉയർത്തിക്കാട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഒരുത്തരിങ്ങനെ കൈവൊക്കി. എൻ്റെ അടുത്തിരിക്കുന്ന ആളാ. എന്നിട്ട് എന്നോട് ചോദിച്ചു, പുള്ളി എന്തോ ഇപ്പോൾ പറഞ്ഞേ? കൈയങ്ങ് പൊക്കി പിന്നെ ആലോചിക്കുന്നത് എന്തുവാ പറഞ്ഞെന്നുള്ളത്. എന്തൊരു കഷ്ടമാണ്. അതല്ല പ്രിയമുള്ളവരെ, ഒരു പാട്ട് പാടുകയാണെങ്കിൽ അതിൻ്റെ ആദ്യത്തെ ലൈൻ തൊട്ട് നിങ്ങളുടെ ഹൃദയം അതിനകത്ത് കൊടുക്കണം. അല്ലാതെ അവസാനത്തെ സ്റ്റാൻസ പാടി കൈകൊട്ടി ഒരു ബഹളം ഉണ്ടാക്കാൻ വേണ്ടിയല്ല. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ആദ്യത്തെ സ്റ്റാൻസ തൊട്ട്. പ്രസംഗം കേൾക്കുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയും, തീരുമാനം എടുക്കാൻ അവസാനത്തെ നിമിഷം വരെ നിങ്ങൾ നോക്കി നിൽക്കണ്ട. ദൈവം ഇപ്പം നിങ്ങളോട് സംസാരിച്ചാൽ ഇപ്പം തന്നെ അങ്ങ് തീരുമാനമെടുത്തോ. വെറുതെ തീരുമാനം എടുക്കുകയൊന്നുമല്ല. തീരുമാനം എടുത്തിട്ട് ആരും കാണിക്കുകയൊന്നും വേണ്ട, കൈവക്കുകയോ അതൊന്നും വേണ്ട. പക്ഷേ വേറെ കാര്യമുണ്ട്, നിങ്ങളുടെ ജീവിതത്തിനൊരു രൂപാന്തരം ഉണ്ടാകണം. ഏത് മെസ്സേജിൻ്റെയും ലക്ഷ്യം അതാണ്. ഏത് പ്രസംഗവും ഏത് പാട്ടും ഏത് ശുശ്രൂഷയും നമ്മളെ രൂപാന്തരപ്പെടുത്താൻ വേണ്ടിയുള്ളതാണ്. ആ രൂപാന്തരം നടക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിന് ഒരു വ്യതിയാനം ആവശ്യമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങൾ അതാത് സമയത്ത് കർത്താവിനോട് പറയും, കർത്താവേ എനിക്ക് ഒരു ചേഞ്ച് ആവശ്യമുണ്ട്. ഞാനും പലപ്പോഴും പ്രാർത്ഥിച്ചത് ഇതുപോലെ കാര്യസാധ്യത്തിന് വേണ്ടിയൊക്കെയാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അങ്ങനല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എൻ്റെ ഹിതം നിന്നെക്കൊണ്ട് ചെയ്യിക്കാനാണ് ഞാൻ നോക്കിയത്. അല്ല കർത്താവേ, നിൻ്റെ ഹിതം ഞാൻ ചെയ്യാം, അതിനുള്ള ശക്തി കൃപ എനിക്ക് തന്നാൽ മതി എന്ന് നമ്മൾ ഇപ്പം തന്നെ അങ്ങ് പ്രാർത്ഥിച്ചു. അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. അല്ലാതെ ഈ ക്ലൈമാക്സിൽ ഒരു പോയിന്റ് പറയാൻ വേണ്ടി അല്ല ഞാൻ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ശിഷ്യൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് അപ്പനുമായിട്ടുള്ള സംസാരമാണ്. അതില്ലെങ്കിൽ, അതായത് ഈ സംസർഗമില്ലെങ്കിൽ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. നമ്മൾ ആ സംസാരം ഉണ്ടാകുന്നില്ല, സംസർഗം ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് നമുക്ക് പെട്ടെന്നൊക്കെ ഉറങ്ങിപ്പോകുന്നേ. പ്രാർത്ഥിക്കുമ്പോൾ ആരും ഉറങ്ങത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് സ്റ്റിൽ വൈ വി ആർ സ്ലീപ്പിങ്? അല്ലെങ്കിൽ വേദോസം വായിക്കുമ്പോഴത്തേക്ക് എന്തോ നമ്മൾ പെട്ടെന്ന് ഉറങ്ങിപ്പോകുന്നേ. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ സംസർഗത്തിൻ്റെയോ ആ സംസാരത്തിൻ്റെയോ ഒക്കെ ഒരു സ്റ്റേജിലേക്ക് വരുന്നില്ല. ഞാൻ പ്രയറിനെ കുറിച്ച് വായിച്ച ഒരു ബുക്കിനകത്ത് ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഈ ഉദാഹരണങ്ങൾ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് റിപ്പീറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യം റെലവൻ്റായിട്ട് തോന്നുന്നത് കൊണ്ടാണ്. ഒരു പാസ്റ്റർ ഒരു ചർച്ചിൽ ചാർജ് എടുത്തപ്പോഴത്തേക്ക് ആ ചർച്ചിലെ ഒരു വ്യക്തി ടോട്ടലി പാരലൈസ്ഡ് ആണെന്ന് മനസ്സിലായി. അദ്ദേഹത്തെ കാണാനായിട്ട് ഈ പാസ്റ്റർ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ കട്ടിലിൻ്റെ സൈഡിൽ മുന്നിൽ മുഖത്തിൻ്റെ മുമ്പിൽ അടുത്തായിട്ട് ഒരു കസേര ഇരിപ്പുണ്ട്. അപ്പോൾ ഈ പാസ്റ്റർ എന്ന് പറഞ്ഞ്, ഹായ് ജോൺ, ഞാൻ ചുമ്മാ ഇട്ട പേരാ, ഹായ് ജോൺ, നിങ്ങൾക്ക് ഇപ്പോൾ ഗസ്റ്റ് ഉണ്ടായിരുന്നെന്ന് തോന്നുന്നല്ലോ. എന്ന് പറഞ്ഞു, ഇല്ല പാസ്റ്റർ,
പാസ്റ്റർ മാത്രമേ ഇപ്പോൾ വന്ന ഗസ്റ്റ് എന്ന് പറയുന്നത്, വേറെ ഗസ്റ്റ് ഇല്ലായിരുന്നു. അല്ല പിന്നെ ഇവിടെ കസേര ഇട്ടിരിക്കുന്നത്? ഉടനെ ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഞാൻ ചെറിയ യങ്ങായിരുന്ന സമയത്ത് എനിക്ക് പ്രാർത്ഥിക്കാൻ വലിയ ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ മുട്ടിന്മേൽ നിന്നിങ്ങനെ പ്രാർത്ഥിക്കാൻ നോക്കും. ആദ്യമൊക്കെ ഞാൻ ഇരുന്നോണ്ട് പ്രാർത്ഥിക്കും, ഇരുന്നാൽ എനിക്ക് ഉറക്കം വരും. പിന്നെ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കാൻ നോക്കി, അപ്പോഴും എനിക്കങ്ങ് ഉറക്കം വരികയാണ്. അപ്പോൾ ഞാൻ അന്നുണ്ടായിരുന്ന പാസ്റ്ററോട് ഇങ്ങനെ പറഞ്ഞു, പാസ്റ്റർ ഞാനിങ്ങനെ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ട്. വെൻ ഐ എം ട്രൈങ് ടു പ്രേ ഐ എം സ്ലീപ്പിങ്. പിന്നെ പാസ്റ്റർ പറഞ്ഞു, ശ്രദ്ധിക്കുക, അത് വളരെ ഒരു പ്രശ്നമാണ്. പക്ഷേ ഞാനൊരു സജഷൻ പറയാം. നീ പ്രാർത്ഥിക്കുന്ന സമയത്ത് എവിടെയെങ്കിലും ഇരുന്നിട്ട് അടുത്തൊരു കസേര ഇടുക. എന്നിട്ട് ആ കസേരയിൽ യേശു ഇരിക്കുന്നുവെന്ന് ചിന്തിക്കുക. എന്നിട്ട് നീ യേശുവിനോട് സംസാരിച്ചു. സാധാരണ നീ ആരോടെങ്കിലും സംസാരിക്കുന്നത് പോലെ നീ യേശുവിനോട് സംസാരിക്കുക. ടോക്ക് ടു ജീസസ്, സംസാരിക്കുക. അങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ നിനക്ക് നിൻ്റെ ഹൃദയം പകരാനായിട്ട് പറ്റും. നിനക്ക് കർത്താവ് സംസാരിക്കുന്നത് നിനക്ക് കേൾക്കാൻ കഴിയും. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, പാസ്റ്ററെ അന്ന് തൊട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്തതാണ് ദൈവത്തോട് സംസാരിക്കുക. ഇൻസ്റ്റെഡ് ഓഫ് മേക്കിംഗ് ബിഗ് നോയ്സ് ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്, ഐ ജസ്റ്റ് ടോക്ക് ടു ജീസസ്. അപ്പോൾ ഞാൻ പാരലൈസ്ഡ് ആയപ്പോഴും ഞാൻ ഈ കസേര വിട്ടിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ ഈ യേശുവുമായിട്ട് ഞാൻ സംസാരിക്കുകയാണ്. അപ്പോൾ ഈ പാസ്റ്റർക്ക് ഭയങ്കര സന്തോഷം തോന്നി. അദ്ദേഹത്തിന് തന്നെ ഒരു പുതിയ അറിവായിരുന്നു അത്. അദ്ദേഹം പ്രാർത്ഥിച്ചു, മടങ്ങിപ്പോയി. 3 വർഷം അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം മറ്റൊരു ചർച്ചിലേക്ക് പോയി. ചർച്ചിൽ പോയി കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം അറിഞ്ഞു ഈ വ്യക്തി ജോൺ മരിച്ചിട്ട് പിന്നെ ഈ വീടൊന്ന് സന്ദർശിക്കാൻ, പിന്നീട് ഒരു മോളേ ഉള്ളൂ, ആ മോള് കല്യാണം കഴിച്ചിട്ടില്ല, അപ്പനെ നോക്കി ജീവിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഭവനം സന്ദർശിക്കാനായിട്ട് ഈ പാസ്റ്റർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ മോള് പറഞ്ഞു, യുനോ വാട്ട് ഹാപ്പൻ, എനിക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ പുറത്ത് പോകണമായിരുന്നു. അപ്പോൾ പപ്പ കട്ടിലിൽ കിടക്കുകയാണ്. ഞാൻ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് തിരിച്ചു വന്നപ്പോൾ ഈ കസേരയിൽ കൈവച്ച് പപ്പ മരിച്ചു കിടക്കുകയാണ്. എന്നാൽ ഈ പാസ്റ്റർ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം, ഐ നോ വാട്ട് ഹാപ്പൻ, ഹി വാസ് ടോക്കിംഗ് ടു ജീസസ് ആൻഡ് ഹി ഗേവ് ഹിസ് ഹാൻഡ്സ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ജീസസ് ആൻഡ് ഹി ഡൈഡ്. അപ്പോൾ ആ സംസാരം, പിതാവുമായിട്ടുള്ള സംഭാഷണം. നാളെ ആരും കസേരയൊന്നും ഇടണ്ട കേട്ടോ. അല്ല, ഇതെല്ലാം അബദ്ധമാണ്. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നാളെ എല്ലാ വീട്ടിലും ഓരോ എക്സ്ട്രാ കസേര കൂടെ വാങ്ങിക്കേണ്ടി വരും. കസേര ഇടാൻ വേണ്ടിയല്ല ഞാൻ പറഞ്ഞത്. എന്താണ് ആ സംസാരം, ആ ടോക്ക്, പിതാവിനോടുള്ള സംഭാഷണം. അതാണ് ശരിക്കും പ്രാർത്ഥന എന്ന് പറയുന്നത്. ഞാൻ ഡി എൽ മോഡിയെക്കുറിച്ച് ഒരു പുസ്തകം ചെയ്തിട്ടുണ്ട്. GLS ആണ് പബ്ലിഷ് ചെയ്തത്. മേ ബി യു വിൽ ഗെറ്റ് ഇറ്റ് സംവെയർ. ഇവിടെയുള്ള എവിടെയെങ്കിലും ഷോപ്പിലൊക്കെ കാണുമായിരിക്കും. അപ്പം ഡി എൽ മോഡി ഒരിക്കൽ ഇതേപോലൊരു അനുഭവം അദ്ദേഹത്തിൻ്റെ പറഞ്ഞത് ഞാൻ പലയിടത്ത് പറഞ്ഞിട്ടുണ്ട്. ഡി എൽ മോഡി ഒരു സൺഡേ സ്കൂൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾക്ക് ചിലർക്കെങ്കിലും അറിയാം. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം തുടങ്ങിയത്, ഒരു സൺഡേ സ്കൂൾ ടീച്ചർ സുവിശേഷം പറഞ്ഞിട്ടാണ് അദ്ദേഹം രക്ഷിക്കപ്പെടുന്നത്. അദ്ദേഹം ഒരു സൺഡേ സ്കൂൾ തുടങ്ങി. അത് വിശ്വാസികൾക്ക് വേണ്ടിയൊന്നുമല്ല, സ്ട്രീറ്റ് പിള്ളേർക്ക് വേണ്ടിയാണ്. ഇലിനോയ് സ്ട്രീറ്റ്, ഷിക്കാഗോയിൽ. അപ്പോൾ ആ സ്ട്രീറ്റിലെ പിള്ളേർ ആണ് വരുന്നത്. 2000 പിള്ളേർ, സ്റ്റുഡൻസ് ഡി എൽ മോഡിയുടെ സൺഡേ സ്കൂളിൽ വരുമായിരുന്നു. 2000. അപ്പോൾ ഒത്തിരി ക്ലാസ്സസ് ആയിട്ടൊക്കെ എല്ലാം തിരിച്ച് ഒത്തിരി ടീച്ചേഴ്സുണ്ട്. അതിനകത്ത് ഒരു ടീച്ചർ, ഹെബർട്ട് എന്ന് പറയുന്ന ഒരു ടീച്ചർ, അദ്ദേഹം ഒരു ദിവസം ഡി എൽ മോഡിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മിസ്റ്റർ മൂഡി, യു സി ഐ എം ക്രോണിക് ആസ്മാറ്റിക്, സോ ഐ എം വോമിറ്റിംഗ് ബ്ലഡ് ആൻഡ് ഡോക്ടറിനോട് പറഞ്ഞു, നീ ഇവിടെ താമസിച്ച് കഴിഞ്ഞാൽ നിനക്ക് എനിവേ യു ആർ ഗോയിങ് ടു ഡൈ, ബട്ട് പീസ്ഫുള്ളായിട്ട് മരിക്കണമെങ്കിൽ ബെറ്റർ ലിവ് സംവെയർ വെയർ ദർ ഇസ് സീ. ഒരു കോസ്റ്റൽ ലാൻഡിൽ പോയി താമസിക്കുക. ഷിക്കാഗോയിൽ ഞാൻ താമസിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇത് സർവൈവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ന്യൂയോർക്കിലോട്ട് താമസം മാറ്റുകയാണ്. അതുകൊണ്ട് അടുത്ത ആഴ്ച തൊട്ട് എനിക്ക് സൺഡേ സ്കൂളിൽ വരാൻ കഴിയില്ല. അപ്പോൾ സൺഡേ സ്കൂളിൻ്റെ ടീച്ചറാണ്. അപ്പം ഡി എൽ മോഡി പറഞ്ഞു, ഡോണ്ട് വറി, ഐ വിൽ അറേഞ്ച് അനദർ ടീച്ചർ. അപ്പം ഇദ്ദേഹം പറഞ്ഞു, എനിക്കറിയാം നീ അത് ചെയ്യും. ബിക്കോസ് ഡി എൽ മോഡി വളരെ കീനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം. പക്ഷേ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അതല്ല. എൻ്റെ ക്ലാസ്സിൽ 16 പെൺകുട്ടികളാണ്. എല്ലാം സ്ലമ്മിൽ വളർന്ന പെൺകുട്ടികളാണ്. പക്ഷേ ഞാൻ ഇത്രയും നാളുകൾ അവരെ പഠിപ്പിച്ചിട്ടും അവരാരും രക്ഷിക്കപ്പെട്ടില്ല. അതെൻ്റെ വലിയൊരു വേദനയാണ്. അതുകൊണ്ട് എനിക്ക് പോകാൻ മനസ്സില്ല. ഉടനെ ഡി എൽ മോഡി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാനും കൂടെ വരാം, നമുക്ക് ഈ കുഞ്ഞുങ്ങളുടെ വീടുകളിലെല്ലാം ഒന്ന് പോകാം. അങ്ങനെ അവർ 2 പേരും കൂടെ ഈ സ്ലമ്മിൽ കയറി ഇറങ്ങി.
അതിനകത്ത് ആദ്യം പോയ ഒരു പെൺകുട്ടി പെഗി എന്ന് പറയുന്നൊരു പെൺകുട്ടിയാണ്. ഒരു തകരം അന്നത്തെ ലെവലിലെ ഏറ്റവും ഒരു നോർമൽ ഷീറ്റൊക്കെ വലിച്ചു കെട്ടിയ ഒരു വീടെന്നൊന്നും പറയാനില്ല, സ്ലമ്മാണല്ലോ. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഈ പെണ്ണ് ഓഫ് മൂഡാണ്. അവൾ കാര്യമൊക്കെ കയറ്റി വെച്ചിരിക്കുകയാണ്. ഇവരെ കയറി ചെന്നിട്ട് മിണ്ടി പോലും ഇല്ല, എണീറ്റുമില്ല. അപ്പം DL മൂടി പറഞ്ഞു, പെഗി നിൻ്റെ ടീച്ചറല്ലേ വന്നിരിക്കുന്നത്. ഇവൾ മിണ്ടുന്നില്ല, നോക്കുന്നുമില്ല. കാര്യം അവൾ അതുപോലെ എന്തോ സ്ട്രഗിളിലാണ്, അത് നാച്ചുറലാണ്. ഉടനെ പറഞ്ഞു, മോളെ നിൻ്റെ ടീച്ചർക്ക് ഭയങ്കര സങ്കടമാണ്, നീ രക്ഷിക്കപ്പെട്ടതല്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ. നീ കർത്താവിനെ സ്വീകരിക്കത്തില്ലേ? എന്തുകൊണ്ടാണ് നീ അത് ചെയ്യാത്തത്? യു ജസ്റ്റ് അക്സെപ്റ്റ് ജീസസ് എന്ന് പറഞ്ഞു. ഇവൾ അനങ്ങുന്നില്ല. ഉടനെ പറഞ്ഞു, കണ്ടോ നിൻ്റെ ടീച്ചർ ബ്ലഡ് വോമിറ്റ് ചെയ്യുകയാണ്, അങ്ങനത്തെ സ്റ്റേജിലാണ്, എന്നിട്ടും നീ രക്ഷിക്കപ്പെട്ടില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കൺസേൺ മുഴുവൻ. എന്നാൽ നീ യേശുവിനെ ഒന്ന് സ്വീകരിക്കുക. ഇവൾ എന്ത് പറഞ്ഞിട്ട് ഇവൾ അനങ്ങുന്നുമില്ല, എണീക്കുന്നുമില്ല, നോക്കുന്നു പോലുമില്ല. ഒരു DL മൂടി ഹെബർട്ടിനോട് പറഞ്ഞു, ഹെബർട്ട്, I don't think it will work. The only thing that we can do is pray. നമ്മൾ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യം ഉണ്ടാകും തോന്നുന്നില്ല, നമുക്ക് പ്രാർത്ഥിക്കാം, എന്നിട്ട് നമുക്ക് പോകാം. അങ്ങനെ ഏതാണ്ട് നിരാശയോടുകൂടെ DL മൂടി അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ വന്ന് ഈ പെഗിയോട് സുവിശേഷമൊക്കെ പറയാൻ നോക്കി, ഒരു രക്ഷയില്ല. ഇവളോട് സുവിശേഷം പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല. ഞങ്ങൾ പറഞ്ഞ് എനിക്ക് കേൾക്കുമെന്ന് തോന്നുന്നില്ല. നീ എന്തോന്ന് വെച്ചാൽ ചെയ്യുക, പക്ഷേ ആ കൊച്ച് നഷ്ടപ്പെട്ടു പോകരുത്, അത് ഞങ്ങളുടെ വലിയൊരു പ്രാർത്ഥനയാണ് കർത്താവേ. അതുകൊണ്ട് കർത്താവേ, നീ തന്നെ ഇടപെടണേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമീൻ. എന്നാൽ പോട്ടെ പെഗി എന്ന് പറഞ്ഞ് ഇറങ്ങാൻ നേരം പെഗി മൂടിയോട് ചോദിച്ചു, മിസ്റ്റർ മൂടി. അവൾ ആദ്യമായിട്ട് സംസാരിക്കുക. എന്താ മോളെ? എന്നെ പറഞ്ഞേ, യു സ്പോക്ക് ടു സംബഡി ആസ് ഇഫ് ദാറ്റ് പേഴ്സൺ ഈസ് സ്റ്റാൻഡിങ് ബിസൈഡ് യു. നിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരാൾ സംസാരിക്കുന്നത് പോലെയാണല്ലോ നീ സംസാരിച്ചത്. എന്നെ മുടി പറഞ്ഞു, മോളെ, അടുത്ത് നിൽക്കുന്ന ആളോട് എന്നത് പോലെയല്ല, അടുത്ത് നിൽക്കുന്ന ആളാണ്, എൻ്റെ അടുത്ത് നിൽക്കുന്ന ആളാണ് യേശു. അതുകൊണ്ട് ഞാൻ യേശുവിനോട് സംസാരിക്കുമായിരുന്നു. അപ്പോൾ യേശു നിങ്ങൾ പറയുന്നതൊക്കെ കേൾക്കുമോ? ആണെ കേൾക്കും. യേശു നിങ്ങളോട് സംസാരിക്കുമോ? സംസാരിക്കും. അത്രയ്ക്ക് അടുത്ത ആളായിട്ട് യേശുവിനെ കിട്ടുമോ? യെസ്. അങ്ങനെയാണെങ്കിൽ ആ യേശുവിനെ എനിക്ക് വേണം. എൻ്റെ സങ്കടം കേൾക്കാൻ നിന്നു വരുന്ന ഒരു യേശു ആണെങ്കിൽ ആ യേശുവിനെ എനിക്ക് വേണം. അന്ന് ആ പെൺകുട്ടി രക്ഷിക്കപ്പെട്ടു. 16 പെൺകുട്ടികൾ അന്ന് രക്ഷിക്കപ്പെട്ടു. ഞാൻ എൻ്റെ ബുക്കിനകത്ത് അത് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പല ബയോഗ്രഫീസ് ഞാൻ വായിച്ചിട്ടാണ് ഞാനത് ചെയ്തത്. അതിനകത്ത് ഞാൻ വായിച്ച ഒരു കാര്യമാണ്, ഞാൻ പറയട്ടെ. അങ്ങനൊരു സംസാരം നമുക്ക് ഉണ്ടാകുന്നുണ്ടോ എന്ന് വെച്ചാൽ അങ്ങനെ സംസാരിച്ചാലേ പറ്റുമെന്നുള്ളതല്ല, നമുക്ക് ആ റിലേഷൻ ഉണ്ടോ? ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ. നമുക്ക് ആ രീതിയിലുള്ള ഒരു ബന്ധം യേശുവുമായിട്ട് സൂക്ഷിക്കാൻ കഴിയുന്നുണ്ടോ? പിതാവുമായിട്ട് സൂക്ഷിക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ക്രിസ്തീയ പ്രാർത്ഥനയല്ല. ഒരു ശിഷ്യൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് ബന്ധത്തിൽ അധിഷ്ഠിതമാണ്. അതെല്ലാവർക്കും കയറി പ്രാർത്ഥിക്കാൻ പറ്റില്ല. ഇന്നിപ്പോൾ എല്ലാ പ്രാർത്ഥനയും കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന, ലോർഡ്സ് പ്രയർ, ഇപ്പം എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. അതിപ്പം പ്രത്യേകിച്ചൊന്നുമില്ല, അതറിയാൻ വയ്യാത്ത ആരും ക്രിസ്ത്യാനികളായിട്ടുള്ള എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്? പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ എത്ര പേര് അതിനകത്ത് ഈ റിലേഷൻ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്? ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ. ഇതെല്ലാവർക്കും പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥനയല്ല, ഇത് ശിഷ്യൻ്റെ മാത്രം പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന പഠിപ്പിക്കുന്ന 2 ഭാഗങ്ങളാണ് വേദോസ്തലുള്ളത്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന് അതിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ തന്നെ, ഈ ഗിരിപ്രഭാഷണം മുഴുവനായിട്ട് വരുന്നതിൻ്റെ 5-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ തന്നെ ശിഷ്യന്മാരോട് സംസാരിക്കുന്നതാണ് നമ്മളിവിടെ കാണുന്നത്, ഇല്ലേ? അവൻ പുരുഷാരത്തെ കണ്ടാളെ മലമേൽ കയറി, അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അടുക്കൽ വന്നു. അപ്പോൾ അവൻ്റെ ഡിസൈപ്പിൾസിനോടാണ് അവൻ ഈ പ്രാർത്ഥന പറയുന്നത്, അല്ലാതെ ഒരു പബ്ലിക്കിൽ പറഞ്ഞതല്ല. ആരെങ്കിലുമൊക്കെ പ്രാർത്ഥിച്ച്, ബാക്കിയുള്ള റിലീജിയനിലൊക്കെ ഒത്തിരി ചാൻറ്റിങ് ഉണ്ട്, മന്ത്രങ്ങളുണ്ട്. അങ്ങനെ ചാൻറ്റ് ചെയ്യാൻ, മന്ത്രണം അല്ലേ, ചാൻറ്റിങ്ങിനുള്ള ഒരു പ്രെയർ അല്ല ലോർഡ്സ് പ്രെയർ. ഇന്നിപ്പോൾ നമ്മുടെ ചിന്ത അതാണ്, ഏറ്റവും ഒടുവിൽ എല്ലാവരും കൂടെ ചാൻറ്റ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാവരും നമ്മൾ അതേ വാക്കുകൾ തന്നെ ഉരുവിട്ടെന്ന് പറഞ്ഞൊന്നും സംഭവിക്കാനൊന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് വെറും ഒരു ചാൻറ്റിങ് അല്ല ശിഷ്യൻ്റെ പ്രാർത്ഥന. ഇത് ശിഷ്യന് മാത്രം പ്രാർത്ഥിക്കാൻ പറ്റുന്ന കാര്യമാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിലും അതേപോലെ നമ്മൾ
കാണുന്നതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ അവൻ ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. തീർന്ന ശേഷം ശിഷ്യന്മാരിൽ ഒരുത്തൻ അവനോട് വന്ന്, കർത്താവേ, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. അപ്പോൾ ഇത് ശിഷ്യന്മാർക്ക് മാത്രം പ്രാർത്ഥിക്കാൻ കഴിയുന്ന കാര്യമാണ്, അല്ലാതെ എല്ലാവർക്കും വെറുതെ അങ്ങ് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഈ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ പ്രാർത്ഥന ഒരു അസാമാന്യമായ, ഇതിനെക്കുറിച്ച് ഒരു അനാലിസിസാണ് നമ്മൾ ഈ 2 ദിവസം നടത്തുന്നത്. എങ്കിലും ഞാൻ പറയട്ടെ, ഈ പ്രാർത്ഥന ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ, ശരിക്കും നമ്മളിതൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, അനലൈസ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമൊന്നുമില്ല, അങ്ങനെ പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. ഇവണ്ണം പ്രാർത്ഥിപ്പെന്ന് പറയുമ്പോഴത്തേക്ക് അത് തന്നെ പറയുക എന്നുള്ളതല്ല അതിനകത്തെ അർത്ഥം, അതിനപ്പുറത്ത്. അപ്പം ഇത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മന്ത്രിക്കുക അല്ലേ, ചൊല്ലുക. അങ്ങനെ വെറുതെ ചൊല്ലാൻ വേണ്ടി മാത്രമുള്ളൊരു സാധനമല്ല ഇത്. ചിലപ്പോൾ ഒരു പ്രാവശ്യം നമ്മളങ്ങനെ പറഞ്ഞുകൊണ്ട് തെറ്റൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അങ്ങനെ വെറുതെ തലയിൽ കയറാതെ, മനസ്സിൽ കയറാതെ, ഹൃദയത്തിൽ കയറാതെ, വെറുതെ നമ്മൾ കാണാതെ പഠിച്ചു വച്ചിരിക്കുന്ന ഒരു ഉരുവിടൽ കൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടാകുന്നില്ല. പക്ഷേ ഈ പ്രാർത്ഥന അനലൈസ് ചെയ്യുമ്പോഴാണ് നമ്മൾ മനസ്സിലാകുന്നത് ഇതൊരു ഹോൾസം പ്രെയറാണ്. ഇതിനകത്തില്ലാത്തതൊന്നുമില്ല. കർത്താവ് പഠിപ്പിച്ച ഈ പ്രാർത്ഥന നോക്കിക്കഴിഞ്ഞാൽ പ്രാർത്ഥനയിൽ വേറെ ഒന്നും ഇനി മനസ്സിലാക്കാനില്ല. അത്രയ്ക്കും ഭയങ്കരമായിട്ട് ഒരു കണ്ടൻ്റുള്ള ഒരു പ്രാർത്ഥനയാണ്. ഇതിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിലും അതേപോലെ നമ്മൾ കാണുന്നതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ അവൻ ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. തീർന്ന ശേഷം ശിഷ്യന്മാരിൽ ഒരുത്തൻ അവനോട് വന്ന്, കർത്താവേ, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. അപ്പോൾ ഇത് ശിഷ്യന്മാർക്ക് മാത്രം പ്രാർത്ഥിക്കാൻ കഴിയുന്ന കാര്യമാണ്, അല്ലാതെ എല്ലാവർക്കും വെറുതെ അങ്ങ് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഈ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ പ്രാർത്ഥന ഒരു അസാമാന്യമായ, ഇതിനെക്കുറിച്ച് ഒരു അനാലിസിസാണ് നമ്മൾ ഈ 2 ദിവസം നടത്തുന്നത്. എങ്കിലും ഞാൻ പറയട്ടെ, ഈ പ്രാർത്ഥന ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ, ശരിക്കും നമ്മളിതൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, അനലൈസ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമൊന്നുമില്ല, അങ്ങനെ പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. ഇവണ്ണം പ്രാർത്ഥിപ്പെന്ന് പറയുമ്പോഴത്തേക്ക് അത് തന്നെ പറയുക എന്നുള്ളതല്ല അതിനകത്തെ അർത്ഥം, അതിനപ്പുറത്ത്. അപ്പം ഇത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മന്ത്രിക്കുക അല്ലേ, ചൊല്ലുക. അങ്ങനെ വെറുതെ ചൊല്ലാൻ വേണ്ടി മാത്രമുള്ളൊരു സാധനമല്ല ഇത്. ചിലപ്പോൾ ഒരു പ്രാവശ്യം നമ്മളങ്ങനെ പറഞ്ഞുകൊണ്ട് തെറ്റൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അങ്ങനെ വെറുതെ തലയിൽ കയറാതെ, മനസ്സിൽ കയറാതെ, ഹൃദയത്തിൽ കയറാതെ, വെറുതെ നമ്മൾ കാണാതെ പഠിച്ചു വച്ചിരിക്കുന്ന ഒരു ഉരുവിടൽ കൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടാകുന്നില്ല. പക്ഷേ ഈ പ്രാർത്ഥന അനലൈസ് ചെയ്യുമ്പോഴാണ് നമ്മൾ മനസ്സിലാകുന്നത് ഇതൊരു ഹോൾസം പ്രെയറാണ്. ഇതിനകത്തില്ലാത്തതൊന്നുമില്ല. കർത്താവ് പഠിപ്പിച്ച ഈ പ്രാർത്ഥന നോക്കിക്കഴിഞ്ഞാൽ പ്രാർത്ഥനയിൽ വേറെ ഒന്നും ഇനി മനസ്സിലാക്കാനില്ല. അത്രയ്ക്കും ഭയങ്കരമായിട്ട് ഒരു കണ്ടൻ്റുള്ള ഒരു പ്രാർത്ഥനയാണ്. അതിൻ്റെ തുടക്കം മുതൽ അതിൻ്റെ ഓർഡർ ഒന്ന് ആലോചിച്ചാൽ തന്നെ എന്തൊരു കാര്യമാണ്. അവിടെ 6 അപേക്ഷകളാണ് അതിനകത്തുള്ളത്. ആ ഓർഡർ മാത്രം നോക്കിയാൽ മതി. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ നമ്മൾ പറയുന്നത് 9-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പിൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. 1-ാമത്തെ അപേക്ഷയാണ്, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പിന്നീട് വരാം. 2, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. 4, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കും, ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. 5, ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. അപേക്ഷകൾ 6 എണ്ണമാണുള്ളത്. ശരിക്കും അപേക്ഷ മാത്രമല്ല ഇതിനകത്തുള്ളത്, പക്ഷേ അപേക്ഷകൾ 6 എണ്ണമാണുള്ളത്. ഈ 6 അപേക്ഷകൾ നമ്മളൊന്ന് നോക്കിയാൽ അതിൻ്റെ ഓർഡറിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ആദ്യത്തെ 3 അപേക്ഷകളും മനുഷ്യൻ നമ്മളുമായിട്ട് അല്ലെങ്കിൽ ഈ പ്രാർത്ഥന എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിൽ വരുന്നത് നമ്മുടെ ആവശ്യങ്ങൾ പോയി ദൈവത്തിൻ്റെ അടുത്ത് പറയുക എന്നുള്ളതാണല്ലോ നമ്മൾ മനസ്സിൽ വെച്ചിരിക്കുന്നത്. അതാണല്ലോ എല്ലാവരും പറയുന്നത്, നിൻ്റെ ആവശ്യങ്ങൾ ദൈവത്തിൻ്റെ സന്നിധി. പക്ഷെ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ 6 അപേക്ഷകളിൽ ആദ്യത്തെ 3 അപേക്ഷയും ദൈവവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, ഇല്ലേ? നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാണ്. ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഭക്ഷണത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് ആലോചിക്കുന്നത് പോലും.
നമ്മളെപ്പോഴും ഒരാളെ കാണുമ്പോഴത്തേക്ക് നമ്മുടെ ഹൃദയത്തിൽ തിളച്ചു മറിഞ്ഞു നിൽക്കുന്ന കാര്യമായിരിക്കും നമ്മൾ ആദ്യം പറയുന്നത്, അല്ലേ? തീർച്ചയായിട്ടും ഇല്ലേ? ഞാൻ ഇന്ത്യക്ക് പുറത്ത് പല സമയത്തും അവിടെയാണ്. അവിടെ നിന്ന് ഞാൻ വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് സപ്പോസ് എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയും എനിക്ക് 3 കുഞ്ഞുങ്ങളാണ്. അവരെല്ലാവരും കൂടെ എങ്ങോ ഓടി വരുന്നു. നാച്ചുറലി അവരെല്ലാവരും ഓടി വരും. എൻ്റെ വീട്ടിൽ വരും, എല്ലായിടത്തും വരുമോ എന്നറിയത്തില്ല. എൻ്റെ വീട്ടിൽ അങ്ങനെയാണ്. ഞാൻ വരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആഘോഷമാണ്. അപ്പോൾ ഇവരെല്ലാം കൂടെ ഓടി വരുമ്പോഴത്തേക്ക് ഞാൻ അവരെ എല്ലാം തട്ടി മാറ്റിയിട്ട്, എടീ നമ്മുടെ പൂച്ചക്കുട്ടി എന്തിയേ എന്ന് ചോദിച്ചാൽ എന്തൊരു കഷ്ടമായിരിക്കും, അല്ലേ? കാര്യം എൻ്റെ ഭാര്യയെക്കാളും മക്കളെക്കാളും എനിക്ക് വലുതെന്താ? അതാണല്ലോ ഞാൻ ആദ്യം സംസാരിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം പറയുന്ന കാര്യം എന്താണോ അതാണ് നമ്മുടെ ഹൃദയത്തിൽ തിളച്ചു മറിഞ്ഞു നിൽക്കുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. അപ്പോൾ ഒരു പ്രാർത്ഥനയിൽ ആദ്യം നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ തിളച്ചു മറിഞ്ഞു നിൽക്കുന്നത് എന്ത് കാര്യമാണ്? ഇത് മതി. ഇങ്ങനെയാണ് ഈ പ്രാർത്ഥനയെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട. ഞാനതുകൊണ്ടാണ് ഈ ഒരു വിഷയം ഇന്നും നാളെയുമായിട്ട് പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചത്. കാര്യം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു വലിയ വ്യതിയാനം വേണം. പ്രാർത്ഥിക്കണമെന്ന് എല്ലാവരും വന്ന് പറയും, നിങ്ങൾ കൂടുതൽ പ്രാർത്ഥിക്കണം. അപ്പം ഞാൻ ചോദിക്കുന്നത്, ശരിയല്ലാത്ത പ്രാർത്ഥനയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ കൂടുതൽ പ്രാർത്ഥിച്ചാൽ ഗുണമാണോ ദോഷമാണോ ഉണ്ടാകും? അതിനേക്കാളും നല്ലതല്ലേ പ്രാർത്ഥനയുടെ അളവിച്ചില കുറച്ചാലും ദൈവം ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും പറയുന്നത് കൂടുതൽ പ്രാർത്ഥിക്കണമെന്നാണ്. ഐ ആം നോട്ട് അഗൈൻസ്റ്റ് കൂടുതൽ പ്രാർത്ഥിക്കുന്നതിന് ഞാൻ എതിരൊന്നുമല്ല. പക്ഷേ കൂടുതൽ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ പ്രധാനമാണ് പ്രാർത്ഥിക്കുന്നത് ദൈവഹിതപ്രകാരമുള്ള പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നമ്മൾ നമ്മുടെ പ്രാർത്ഥന ഒന്ന് അനലൈസ് ചെയ്ത് നോക്ക്. നിങ്ങളൊന്ന് റെക്കോർഡ് ചെയ്ത് വെച്ച് നോക്ക്. എന്നിട്ട് ഒന്ന് കേട്ട് നോക്ക്. വലിയ ബോധപൂർവം ഒന്നും ചെയ്യണ്ട. അല്ലാതെ നോർമൽ പ്രെയർ നിങ്ങളൊന്ന് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇനിയിപ്പം അതല്ല ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ നോർമൽ പ്രെയർ നമ്മളൊന്ന് റെക്കോർഡ് ചെയ്ത് വെച്ച്, അങ്ങനെ റെക്കോർഡ് ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്. യു നോ വാട്ട് കൈൻഡ് ഓഫ് പ്രെയർ വി ആർ പ്രേയിങ്. നമ്മൾ ഇങ്ങനെയുള്ള പ്രാർത്ഥന നമുക്കറിയാം. നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ തൊട്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങളാണ് പറയുന്നത്, ശരിയല്ലേ? നമ്മുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് പിന്നെ ദൈവകാര്യം ഒന്നെങ്കിലും അങ്ങനെ ഐ ഡോണ്ട് തിങ്ക് ദൈവത്തിൻ്റെ നാമം വിശദീകരിക്കുമ്പോൾ ദൈവത്തിൻ്റെ രാജ്യം വരണം, ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഇതൊക്കെ എത്ര പേരങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്? ഒരൊറ്റ ഈ കൺവെൻഷൻ പ്രീച്ചേഴ്സോ ക്രൂസൈഡ് പ്രീച്ചേഴ്സോ പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്ന പല ആളുകളും, ഈ ടെലിവിഷനിൽ പറയുന്ന ആളുകളും ഒക്കെ ഉണ്ടല്ലോ, ഈ പ്രോസ്പെരിറ്റി പ്രീച്ചേഴ്സ്, ഇവരാരും ദൈവരാജ്യവുമായിട്ട് ബന്ധപ്പെടുത്തിയ ഒരു പ്രാർത്ഥനയുടെ കാര്യം പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അവരെല്ലാം പറയുന്നത് നിന്റെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കുവാൻ, നിന്റെ സ്വപ്നങ്ങൾ സ്വപ്നം എല്ലാവർക്കും ഉള്ള സ്വപ്നം. എന്തോ സ്വപ്നം? നിങ്ങൾ സ്വപ്നം കാണണം. സ്വപ്നം കാണണം. യോങ്കിച്ചോ തുടങ്ങി വെച്ചൊരു കാര്യമാണ് സ്വപ്നം കാണണം. അത് പിടിച്ചുകൊണ്ട് കുറേ എണ്ണമുണ്ട് ഇറങ്ങിയിരിക്കുകയാണ് സ്വപ്നം കാണിക്കാനായിട്ട്. എന്നിട്ട് നീ ഒരു കാർ വേണമെങ്കിൽ നീ വെറുതെ കാറെന്ന് പറയരുത്, അതിൻ്റെ ബ്രാൻഡ് പറയണം, അതിൻ്റെ കളറ് പറയണം, അതെല്ലാം നീ സ്വപ്നം കാണണം. നീ ഗർഭം ധരിക്കണം. നിന്റെ മോഹം എന്ത് മോഹമാണെങ്കിലും നിന്റെ ഹൃദയത്തിൻ്റെ മോഹങ്ങളെ സാധിപ്പിച്ചു തരും. ഇത് തന്നെ അടിസ്ഥാനപരമായി എന്തൊരു തെറ്റാ? വേദോസം പറയുന്നത് മോഹിക്കരുത് എന്നാ. യുവമാർ വന്നിട്ട് പറയുന്നത് ഇഷ്ടം പോലെ മോഹിച്ചോളാനാണ് പറയുന്നത്. അത് തന്നെ നോൺ ബിബ്ലിക്കൽ കൺസെപ്റ്റാണ്. പിന്നെ വേദോസം പറയുന്നു മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. ഇവൻ പറയുന്നു മോഹം ഗർഭം ധരിച്ച് കാറിനെ പ്രസവിക്കുന്നു. സീ, ഇവിടുത്തെ പ്രോബ്ലം ഇതാണ്. രണ്ടാമത്തെ ഒരു കാര്യം, എന്താണ് ഈ നമ്മുടെ സ്വപ്നം എന്ന് പറയുന്നത്? ഒന്ന്, നമുക്ക് സ്വപ്നം കാണാൻ പോലുള്ള കപ്പാസിറ്റി ഉള്ളവരല്ല, നമുക്കറിയില്ല. നമ്മൾ സ്വപ്നം കണ്ടാൽ നമ്മുടെ കപ്പാസിറ്റിയിലല്ല കാണത്തുള്ളൂ. നമ്മൾ സ്വപ്നം കണ്ടാൽ ഇപ്പം ഈ ഓരോരുത്തരുടെ ഒരു കപ്പാസിറ്റി ഉണ്ട് സ്വപ്നം കാണാനായിട്ട്. ആ കപ്പാസിറ്റി നിന്ന് ഒരാൾക്ക് സ്വപ്നം കാണാൻ കഴിയുള്ളൂ, ഇല്ലേ? അല്ലാതെ പറ്റില്ല. അത് ഈ ദൈവത്തെ ഒന്നും അറിഞ്ഞിട്ട്, ഇപ്പം ബിൽ ഗേറ്റ്സ് വന്നിട്ട് ഇവിടെ IIT നിന്ന് MTech കഴിഞ്ഞ ഒരു ചെറുക്കനോട് ബിൽ ഗേറ്റ്സ് വന്നിട്ട് പറയുകയാണെന്ന് വെച്ചോ, സൺ യു ക്യാൻ ആസ്ക് എനിത്തിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിനക്ക് എന്ത് വേണമെങ്കിലും എന്നോട് ചോദിച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവൻ ചോദിക്കുന്നത് ചിലപ്പം മൈക്രോസോഫ്റ്റിൻ്റെ CEO ആക്കണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ, ഏറ്റവും കുറഞ്ഞത് അങ്ങനെയുള്ള ചില കാര്യങ്ങളായിരിക്കും. കാര്യം
ബിൽഗേറ്റ്സ് വന്നിട്ട് ചോദിക്കുക. എന്നാൽ ഇതേ ബിൽഗേറ്റ്സ് 3 വയസ്സുള്ള ഒരു ചെറുക്കനോട് മോനെ നീ എന്തോ വേണമെങ്കിൽ ചോദിച്ചോളാൻ പറഞ്ഞാൽ അവൻ പറയും അങ്കിൾ കൻ ഐ ഗെറ്റ് ആൻ ഐസ്ക്രീം. അവന് ബിൽഗേറ്റ്സ് വന്നാലും അവൻ്റെ സ്വപ്നം എന്തേ ഉള്ളൂ? കാര്യം അവൻ അത്രയും സ്വപ്നം കാണാൻ പറ്റൂ. ഇതുപോലെയൊക്കെയാണ് ദൈവത്തിൻ്റെ അടുത്ത് നമ്മൾ ചെന്ന് നമ്മുടെ സ്വപ്നങ്ങൾ പറയുന്നത്. നിങ്ങൾ മാക്സിമം സ്വപ്നം കാണുന്ന ഒരു കാഡിലാക്ക് കാറോ അതൊക്കെയല്ലേ ഈ സ്വപ്നം കാണുന്നത്, ഇല്ലേ? ഇപ്പോൾ ഉള്ളത് മാരുതി 800, ഇത് വേണ്ട എനിക്ക് ഒരു ലംബോർഗിനി വേണമെന്നോ വല്ലതും ആയിരിക്കും നമ്മുടെ മനസ്സിൽ മാക്സിമം അങ്ങ് സ്വപ്നം കാണുന്നത്. പക്ഷേ ദൈവത്തിനൊരു ലംബോർഗിനി എന്നൊക്കെ പറയുന്നത് ഐസ്ക്രീം പോലും ഇല്ല. ഇറ്റ്സ് എ പീനട്ട്. കർത്താവിൻ്റെ അടുത്ത് ചുമ്മാ കർത്താവ് എന്തോ വേണമെങ്കിലും ചോദിച്ചോളാൻ പറഞ്ഞിട്ട് ഇതൊക്കെ ചോദിച്ചുകൊണ്ട് ചെന്ന് കഴിഞ്ഞിട്ട് എന്താ അർത്ഥം? ഇനി നമ്മൾ അത്രയേ ഉള്ളൂ നമ്മുടെ സ്വപ്നം എന്ന് പറയുന്നത്. നമ്മളല്ല സ്വപ്നം കാണേണ്ടത്. നമ്മൾക്ക് നമ്മളെക്കുറിച്ചുള്ള സ്വപ്നമല്ല പ്രധാനം, ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള സ്വപ്നമാണ് പ്രധാനം. അപ്പോൾ ദൈവമാണ് എന്നെക്കുറിച്ച് സ്വപ്നം കാണേണ്ടത്, അല്ലാതെ ഞാൻ എന്നെക്കുറിച്ച് സ്വപ്നം കാണുകയല്ല. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ അത് ദൈവത്തോട് പറ, കർത്താവ് എനിക്ക് സ്വപ്നം കാണാനുള്ള കപ്പാസിറ്റി ഇല്ല. മക്കൾക്ക് വേണ്ടി അപ്പനാണ് സ്വപ്നം കാണുന്നത്, അല്ലാതെ മക്കൾ തന്നെ സ്വപ്നം കാണുകയല്ല. ഞാൻ പലപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ട്, ഈ എത്ര നല്ല പിള്ളേരാണെങ്കിലും ആദ്യത്തെ ദിവസം സ്കൂളിൽ പോയിട്ട് വന്ന് കരഞ്ഞുകൊണ്ടാണ് വരുന്നത്. നമ്മൾ ഈ പിള്ളേരെ സ്കൂളിൽ വിടുന്ന ഫസ്റ്റ് ഡേ ഇൻ ദ സ്കൂൾ പിള്ളേരെന്ത് ചെയ്യും? കരഞ്ഞുകൊണ്ടാണ് വരുന്നത്. കരഞ്ഞുകൊണ്ട് വരുമ്പോൾ അപ്പൻ്റെ അടുത്ത് വന്നിട്ട് ചെറുക്കൻ പറയും ഇനി ഞാൻ പോകത്തില്ല, ഞാൻ സ്കൂളിൽ പോകത്തില്ല. ഭയങ്കര കരച്ചില്ല, എനിക്ക് പോകണ്ട. ഏതെങ്കിലും അപ്പം പറയുമോ എന്നാ നീ പോകണ്ടെന്ന് പറയുമോ? ഇല്ല. അപ്പനെന്താ പറയും? മോനെ അങ്ങനല്ല, നീ സ്കൂളിൽ പോകണം. എന്തിനാ? മോനെ അപ്പന് നിന്നെക്കുറിച്ചൊരു സ്വപ്നമുണ്ട്, അല്ലേ? അപ്പൻ പറയും അപ്പന് നിന്നെക്കുറിച്ച് ഒരു സ്വപ്നമുണ്ട്. അതുപോലെ പറഞ്ഞവന് മനസ്സിലാകുമോ? ഇല്ല. അവൻ പറയും എനിക്കും ഉണ്ട് ഒരു സ്വപ്നം. എന്താണ് സ്വപ്നം? പ്ലേ ഗ്രൗണ്ട്. അവനാകെപ്പാടെ എന്തോ ഉള്ള സ്വപ്നമേ ഉള്ളൂ, കളിക്കണമെന്നുള്ളത്, അല്ലാതെ അവന് വേറെ സ്വപ്നമൊന്നുമില്ല. ഉടനെ അപ്പം പറയുമോ എന്നാൽ പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ ഒരു പ്ലേ ഗ്രൗണ്ട് പണിത് തരാമെന്ന് പറയുമോ? ഇല്ല. അപ്പൻ പറയും മോനെ ഇപ്പം നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, പക്ഷേ നീ പ്രായമാകുമ്പോൾ നിനക്ക് മനസ്സിലാകും. ഇതുപോലെ നമ്മൾ ചെന്ന് ദൈവത്തിൻ്റെ അടുത്ത് നമ്മുടെ സ്വപ്നം പറഞ്ഞുകൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, കർത്താവേ എനിക്ക് എന്നെക്കുറിച്ചുള്ള സ്വപ്നമൊന്നും കാണാനുള്ള കപ്പാസിറ്റി ഒന്നും എനിക്ക് ഇല്ല, എനിക്ക് സ്വപ്നമൊന്നുമില്ല, നിനക്ക് എന്നെക്കുറിച്ചുള്ള സ്വപ്നം എന്താണ് എന്ന് നീ പറഞ്ഞതാ. ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള സ്വപ്നമാണ് പ്രധാനം, അല്ലാതെ എനിക്ക് എന്നെക്കുറിച്ചുള്ള സ്വപ്നമല്ല പ്രധാനം. അതിനുവേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എൻ്റെ മനസ്സിൻ്റെ കൺസേൺ എന്ന് പറയുന്നത്, ഞാൻ വീണ്ടും നമുക്ക് പഴയതൊക്കെ മടങ്ങി വരാം. എൻ്റെ മനസ്സിൻ്റെ കൺസേൺ ഞാൻ മച്വർ ആകുമ്പോഴാണ് എൻ്റെ മനസ്സിൻ്റെ കൺസേൺ. മച്വർ അല്ലെങ്കിൽ ഒരിക്കലും ഉണ്ടാകില്ല. അതുകൊണ്ടാണ് ചിലപ്പോൾ നമ്മുടെ മിക്കവരുടെയും പ്രെയർ എന്ന് പറയുന്നത് ഒരു നേഴ്സറി പ്രെയറാണ്. സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ നമ്മൾ പ്രാർത്ഥിക്കാനൊക്കെ പഠിപ്പിക്കുമല്ലോ, കൊച്ചു പിള്ളേരെ. സ്കൂളിൽ പഠിക്കുന്ന ഈവൻ സ്മോൾ ചിൽഡ്രൻ, when they are 2 years or 3 years old, we teach them to pray. അവരാകെ പ്രാർത്ഥിക്കുന്ന ബ്ലസ് അപ്പ, ബ്ലസ് അമ്മ, ബ്ലസ് എവരിബഡി, ജീസസ് നെയിം വി പ്രേ, ആമേൻ. പപ്പയെ അനുഗ്രഹിക്കണേ, അമ്മയെ അനുഗ്രഹിക്കണേ, എല്ലാവരെയും അനുഗ്രഹിക്കണേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കൊച്ചു എന്തെങ്കിലുമൊക്കെ ചോദിക്കും, പപ്പ എനിക്ക് അത് വേണം ഇത് വേണം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പറയും മോനെ യേശു അപ്പച്ചനോട് പ്രാർത്ഥിക്കും. അപ്പം അവൻ പറയും ബ്ലസ് മീ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ പറയും ഗിമ്മി എന്നുള്ള പറയും, എനിക്കത് തരണേ ഇത് തരണേ എന്നും കൂടെ പറയും. അപ്പം ബ്ലസ് മീ ഗിമ്മി എന്നുള്ളതാണ് നേഴ്സറി പ്രയർ. ഇതിൻ്റെ ഒരു ഹയർ വേർഷനേ ഉള്ളൂ നമ്മുടെയും പ്രാർത്ഥന. അനുഗ്രഹിക്കണേ തരണേ ഇതല്ലയോ നമ്മുടെ പ്രാർത്ഥന. പക്ഷെ ആ പ്രാർത്ഥന ഒരു ശിശുവിൻ്റെ പ്രാർത്ഥനയാണ്. ഇഫ് യു ആർ എ ഡിസൈപ്പിൾ, ഇഫ് യു ആർ എ ട്രൂ ഡിസൈപ്പിൾ, നിങ്ങളുടെ പ്രാർത്ഥനയിൽ അതേ അല്ല വരുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് തുടങ്ങുമ്പോൾ തന്നെ എന്താണ്? യു ആർ തിങ്കിങ് അബൌട്ട് ഗാഡ് ആൻഡ് ഹിസ് കിങ്ഡം ആൻഡ് ഹിസ് നെയിം. അവൻ്റെ രാജ്യം, അവൻ്റെ നീതി, അവൻ്റെ മഹത്വം, അവൻ്റെ നാമം, അവൻ്റെ വിശുദ്ധി, അവൻ്റെ ഇഷ്ടം, ഇതൊക്കെയാണ് മനസ്സിൽ കയറി വരുന്നത് മച്വർ ആണെങ്കിൽ. ഇല്ലെങ്കിൽ നമ്മളിപ്പോഴും ശിശുക്കളാണെന്നാണ് അതിൻ്റെ അർത്ഥം.
ഒരു ശിശുവിൻ്റെ പ്രാർത്ഥനയല്ല യേശു പഠിപ്പിച്ചത്, ഒരു ശിഷ്യൻ്റെ പ്രാർത്ഥനയാണ് യേശു പഠിപ്പിച്ചത്. പക്ഷെ നമ്മളിപ്പോഴും ഒരു ശിശുവിൻ്റെ പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കുന്നത്. ഇറ്റ്സ് എ ഡിസൈപ്പിൾസ് പ്രേയർ. And the first petitions have to do with God and His glory and His kingdom and His rule. അവൻ്റെ കർത്താവേ, ഇവൻ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിൻ്റെ രാജ്യം വരണമേ, നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ദൈവ കേന്ദ്രീകൃതമായി അവിടുന്നേ തുടങ്ങാവൂ. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ വെറും കുഞ്ഞുങ്ങൾ പോലുമല്ല, ശിശുക്കളാണ്. ശിശുക്കൾ എന്നും ശിശുവായിരിക്കാനല്ലല്ലോ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മൾ വളരണമെങ്കിൽ നമ്മുടെ കൺസേൺ ദൈവവും അവൻ്റെ വിശുദ്ധിയും അവൻ്റെ നാമവും അവൻ്റെ രാജ്യവും അവൻ്റെ ഇഷ്ടവും ഒക്കെ ആയിട്ട് വരണം. ദാറ്റ്സ് വാട്ട് ഈസ് നീഡഡ്. അതാ ഞാൻ ഇന്ന് നിങ്ങളോട് പ്രധാനമായിട്ട് പറയുന്നത്. നിങ്ങളുടെ പ്രാർത്ഥന, വെൻ യു സിറ്റ് ഡൗൺ ഫോർ പ്രേയിങ്, നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. തിങ്ക് അബൌട്ട് ഗാഡ്. അവനെക്കുറിച്ച്, അവൻ്റെ നാമത്തെക്കുറിച്ച്, അവൻ്റെ രാജ്യത്തെക്കുറിച്ച്, അവൻ്റെ ഇഷ്ടത്തെക്കുറിച്ച് ഒക്കെ ചിന്തിക്കാൻ. ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ചാടി വരുന്നത് എൻ്റെ ഹൃദയത്തിൽ തിളച്ചു ഉണഞ്ഞിരിക്കുന്ന കാര്യമാണ് ചാടി വരുന്നത്, ഇല്ലേ? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്താ ആദ്യം നമ്മുടെ വായി വരുന്നത്? ഇല്ലെങ്കിൽ നമ്മൾ പറ, കർത്താവേ, എൻ്റെ പ്രാർത്ഥന ശരിക്കും നീ പഠിപ്പിച്ചതുപോലെയുള്ളൊരു പ്രാർത്ഥനയല്ല, എനിക്കൊരു ചേഞ്ച് ആവശ്യമുണ്ട്, ഒരു ട്രാൻസ്ഫോർമേഷൻ ആവശ്യമുണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയണം. എന്നാൽ അതേസമയം അതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുമ്പോഴത്തേക്ക് അടുത്തത് പറയുന്നുണ്ട്, എന്ത്? നമ്മുടെ ഫിസിക്കൽ നീഡ്സ് പറയുന്നുള്ളൂ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. നമുക്ക് വിൽ ഗോ ത്രൂ ഇറ്റ് ലേറ്റർ, കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോകാം. പക്ഷേ ഇവിടുത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫിസിക്കൽ നീഡ്സിന് വേണ്ടി പ്രാർത്ഥിക്കരുതെന്ന് നമ്മൾ പഠിപ്പിക്കരുത്. നോ, വി നീഡ് ടു പ്രേ. നമ്മൾ പ്രാർത്ഥിക്കണം. പക്ഷെ ആ പ്രാർത്ഥിക്കുന്നത് വളരെ സിമ്പിളായിട്ടാണ്. ലോർഡ്, ഗിവ് us our daily bread. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. എന്നിട്ട് ഞങ്ങളെ പരീക്ഷയിൽ കടത്താത്ത ദുഷ്ടങ്ങൾ ഞങ്ങളെ വിടുവിക്കണമേ. നമ്മുടെ ഫിസിക്കൽ നീഡ്സ് ഉണ്ട്, നമ്മുടെ സ്പിരിച്വൽ നീഡ്സ്. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ കാര്യമാണ്. ഈ ബാക്കിയുള്ള 3 അപേക്ഷകളിൽ തന്നെ 2 ഒരെണ്ണമേ ഉള്ളൂ. ഫിസിക്കൽ നീഡ് എല്ലാം കൂടെ കൂടിയാൽ 1 ഉള്ളൂ. അതായത് നമ്മുടെ പ്രാർത്ഥനയിൽ 6 മാത്രമേ ഉള്ളൂ ഫിസിക്കൽ നീഡ്സ്. 6 1 മണിക്കൂർ പ്രാർത്ഥിക്കുകയാണെങ്കിൽ 50 മിനിറ്റും അല്ല, അതിനകത്ത് 10 മിനിറ്റ് മാത്രമേ ഉള്ളൂ നമ്മുടെ നീഡ്സ് പ്രാർത്ഥിക്കാനുള്ള ഒരു സന്ദർഭം എന്ന് പറയുന്നത്. 10 മിനിറ്റ്സ്. അതിനും പിന്നെയും കുറച്ചുകൂടെ പഠിക്കാനുള്ളത്, അത് ഞാൻ വരാം. പക്ഷേ ഈ 10 മിനിറ്റ് പോലും നമുക്ക് ശരിക്കും ഇല്ല. ഞാൻ പറയാം അതിനെക്കുറിച്ച്. ബാക്കിയുള്ളത് പറയുമ്പോൾ എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും അവിടുത്തെ പ്രത്യേകത എന്താണ്? അത് കഴിയുമ്പോൾ വരുന്നത് എൻ്റെ സ്പിരിച്വൽ നീഡാണ്. ഐ നീഡ് ഫോർഗിവ്നെസ് ആൻഡ് ഐ നീഡ് ദ പവർ ടു റെസിസ്റ്റ് ദ ടെംപ്റ്റേഷൻസ്. ആ സ്വർഗീയമായ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എനിക്ക് ആവശ്യമുണ്ട്. എനിക്ക് കർത്താവിൻ്റെ ക്ഷമ ആവശ്യമുണ്ട്, ആത്മശക്തി ആവശ്യമുണ്ട്. ഇതൊക്കെയാണോ നമ്മുടെ പ്രാർത്ഥന? കർത്താവേ, എനിക്ക് ടെംപ്റ്റേഷൻസിൽ കടന്നു പോകുമ്പോൾ അതിനോട് എതിർത്ത് നിൽക്കാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എനിക്ക് വേണം. ഇതൊക്കെയാണോ നമ്മുടെ പ്രാർത്ഥന? കർത്താവ്, എൻ്റെ ജീവിതത്തിൽ ചില സമയങ്ങളിലൊക്കെ ക്ഷമയാണ് അത്യാവശ്യമായിട്ട് വരുന്നു. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു, ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. സി, ബ്രെഡ് ഈസ് മൈ പ്രസൻറ്റ് നീഡ്. ഫോർഗിവ്നെസ് വേണമെങ്കിൽ അത് പ്രസൻറ്റ് ആൻഡ് പാസ്റ്റ് നീഡുമാണ്. അപ്പോൾ ഇറ്റ് സ്പീക്സ് അബൌട്ട് ദ പ്രസൻറ്റ്, ദ പാസ്റ്റ് ആൻഡ് ഓൾസോ ഹെൽപ്പ് ഇൻ ടൈംസ് ഓഫ് ടെംപ്റ്റേഷൻ. അത് നമ്മുടെ ഫ്യൂച്ചറുമായിട്ട്, ഭാവിയുമായിട്ട്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ. അപ്പോൾ ആദ്യത്തേത് ബ്രെഡ് എന്ന് പറയുന്നത് നമ്മുടെ പ്രസൻറ്റ് നീഡാണ്. ഫോർഗിവ്നെസ് എന്ന് പറയുന്നത് പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ് ആണ്. അതുപോലെ ഹെൽപ്പ് ഇൻ ടെംപ്റ്റേഷൻ എന്ന് പറയുന്നത് പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചറാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇതൊരു ഹോളിസ്റ്റിക് പ്രെയർ ആണെന്നുള്ളത്. പിന്നെ അല്പം കൂടെ വിശദമായിട്ട് നോക്കിയാൽ ഈ 3 അപേക്ഷകൾ തന്നെ വായിക്കുമ്പോൾ, മറ്റേത് നമുക്ക് പിന്നീട് പഠിക്കാം, 3 അപേക്ഷകൾ തന്നെ ഉള്ള ഒരു കാര്യം, when we ask for food we say it is God is the provider. അവനാണ് നമുക്കെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്, നമുക്ക് ആവശ്യമുള്ളതെല്ലാം തരുന്ന, അല്ലെങ്കിൽ ആവശ്യമുള്ളതെല്ലാം നമ്മളെ കരുതുന്ന ഒരു പിതാവിനോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇറ്റ് സ്പീക്സ് അബൌട്ട് ദ ഫാദർ ഗോഡ് ഹു കെയർസ് ഫോർ us, ഹു പ്രൊവൈഡ്സ് us everything. നമ്മളെ കരുതുന്ന, നമുക്ക് ആവശ്യമുള്ളതൊക്കെയും നൽകുന്ന പിതാവായ ദൈവത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ആ ദൈവത്തോടുള്ള പ്രാർത്ഥന. ആൻഡ്
ഫൊർഗീവ്നെസ്സിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് മറ്റൊന്നുമല്ല, തീർച്ചയായും നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി കാൽവറി ക്രൂശിൽ മരിച്ച പുത്രനായ ദൈവം. പ്രലോഭനങ്ങളിലുള്ള പരിരക്ഷയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ മറ്റൊന്നുമല്ല, നമ്മളെ ശക്തീകരിക്കുന്ന പരിശുദ്ധാത്മാവാൻ ദൈവം. അപ്പം നമ്മൾ ഈ 3 അപേക്ഷകൾ വായിക്കുമ്പോൾ തന്നെ പിതാവായ ദൈവത്തോട് നമ്മളെ നീഡ്സിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. രക്ഷകനായ പുത്രനായ ദൈവത്തോട് നമ്മൾ ഫൊർഗീവ്നെസ്സിന് വേണ്ടി അപേക്ഷിക്കുന്നു. അതേസമയം പരിശോധനകളിലും പ്രലോഭനങ്ങളിലും കടന്നു പോകാതെ നമ്മളെ സൂക്ഷിക്കേണ്ടതിന് വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടി നമ്മൾ അപേക്ഷിക്കുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലേക്കും ഈ പ്രാർത്ഥന വ്യാപിക്കുന്നുണ്ട്. അതേപോലെ ആ ദൈവത്തിൻ്റെ ആ ഹോളിസ്റ്റിക് ആയിട്ടുള്ള ആ ട്രയൂൺ ഗാഡിൻ്റെ ആ ത്രിയേക ദൈവത്തിൻ്റെ ആ എല്ലാ ആസ്പെക്ട്സും ഇതിനകത്ത് നമ്മൾ കാണുന്നുണ്ട്. Somebody said, bring the whole life to whole God and bring whole God into your whole life. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളെയും ആ ദൈവിക പൂർണ്ണതയിലേക്ക് നമ്മൾ കൊണ്ടുപോവുക. ആ ദൈവത്തിൻ്റെ പൂർണ്ണത നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലേക്കും കൊണ്ടുവരിക. എത്ര അത്ഭുതകരമായ ഒരു അവസ്ഥയാണ് ഇങ്ങനെയുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു ഹോൾസം പ്രെയറാണ്, ഒരു ഹോൾസം പ്രെയർ. ഞാൻ പറഞ്ഞല്ലോ, അത് ചെറിയ വാക്കുകളിൽ മാത്രമല്ല, പ്രത്യുത എന്താണ്, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും നമ്മളിത് പ്രാക്ടീസ് ചെയ്യണം. ഈ ദൈവത്തെ നമ്മൾ അനുഭവിക്കണം. ഇതൊരു വലിയ ഒരു എക്സ്പീരിയൻസ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള ഒരു അപേക്ഷയല്ല ഇത്. പോയി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വെച്ച് താഴെ ഒരു ഒപ്പിട്ടേക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന ഒരവസ്ഥയല്ല ഇത്. അതിൽ നിന്നൊക്കെ നമ്മുടെ പ്രാർത്ഥന മാറണം. അതൊക്കെ ശിശുക്കളുടെ പ്രാർത്ഥനയാണ്. കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന ഒരു ശിശുവിൻ്റെ പ്രാർത്ഥനയാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അപ്പനോടുള്ള സംസാരമാണ്, സംസർഗമാണ്, കമ്മ്യൂണിയനാണ്, കമ്മ്യൂണിക്കേഷനാണ്. ഇതൊന്നും നമ്മൾ എന്താ തിരിച്ചറിയാത്തത്? അതില്ലെങ്കിൽ ഇതുകൊണ്ടൊക്കെയാണ് വാസ്തവത്തിൽ നമ്മുടെ ആത്മീക വളർച്ച നടക്കാത്തത്. കാര്യം ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് നിബന്ധനകളിൽ അധിഷ്ഠിതമായ, ഞാൻ സാധാരണ പറയാവുന്ന ഒരു കാര്യമാണ്, if you call Christianity a religion, it's not a religion at all, but if you call it, it is not a religion of regulations, it's a religion of relations. നിങ്ങൾ ക്രിസ്ത്യാനിത്വത്തെ ഒരു റിലിജനായിട്ട് കാണുകയാണെങ്കിൽ തന്നെ അത് നിബന്ധനകളിൽ അധിഷ്ഠിതമായ ഒരു മതമല്ല, പ്രത്യുത ബന്ധങ്ങളിൽ അധിഷ്ഠിതമായ ഒരു മതമല്ല ഞാൻ പറഞ്ഞത്. ബന്ധമാണ്, റിലേഷൻ. ആ റിലേഷനാണ് ആദ്യം ഉണ്ടാകേണ്ടത്. ആ റിലേഷൻ ഉണ്ടാകാതെ ആർക്കും ഇത് പ്രാർത്ഥിക്കാൻ പറ്റില്ല. ഇത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രാർത്ഥനയല്ല. ഇത് പുറത്തുനിന്ന് പ്രാക്ടീസ് ചെയ്യാൻ നമ്മളിപ്പോൾ ബുക്കിൽ വായിച്ച് പഠിക്കുന്ന ഒരു പ്രാർത്ഥനയല്ല ഇത്. ഇത് നടക്കണമെങ്കിൽ ആദ്യം ഉണ്ടാകേണ്ടത് ഈ റിലേഷനാണ്, ബന്ധമാണ്. പിതാവായ ദൈവത്തെ കാണുകയാണ്, പുത്രനായ ദൈവത്തെ കാണുകയാണ്, പരിശുദ്ധാത്മാവ് ദൈവത്തെ നമ്മൾ ആത്മാവിൽ അറിയുകയാണ്. അങ്ങനെ അറിയുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ കഴിയൂ. അല്ലെങ്കിൽ അത് വെറും റിലിജനാണ്. ഇത് അനുഭവിക്കാതെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മതത്തിൻ്റെ ആൾക്കാരാണ്. അത് നിങ്ങൾ പല സമുദായത്തിൽപ്പെട്ടവരായിരിക്കാം. ഏത് സമുദായമാണെങ്കിലും ഇറ്റ് ഈസ് ഓൺലി എ റിലീജിയൻ. അത് കത്തോലിക്ക മതമാണോ, ഓർത്തഡോക്സ് മതമാണോ, ബ്രദറൻ മതമാണോ, പെന്തിക്കോസ് മതമാണോ എന്നൊന്നും ചോദിച്ചിട്ടില്ല. മതമാണ്. പെന്തിക്കോസ് ആണെങ്കിലും മതമാണ്. എന്താ? ഈ പിതാവുമായിട്ടുള്ള റിലേഷനിലേക്ക് വരാത്ത ഒരു വ്യക്തിക്ക് ബാക്കിയെല്ലാം വെറും മതമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നല്ലൊരു ശതമാനം ആളുകളും വേർപെട്ട കൂട്ടങ്ങളിൽ പോലും പ്രാക്ടീസ് ചെയ്യുന്നത് മതമാണ്. അതുകൊണ്ടാണ് വളരെ സീരിയസ് ആയിട്ട് ഞാൻ ഈ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ കാര്യങ്ങൾ തന്നെ എടുക്കാനുള്ള കാര്യം അതാണ്. കാര്യം ഈ പ്രാർത്ഥന റിലേഷനിൽ അധിഷ്ഠിതമാണ്, റിലിജിയനിൽ അധിഷ്ഠിതമല്ല, റിലേഷനിൽ അധിഷ്ഠിതമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. റിലേഷൻ ഈസ് ദ ഫസ്റ്റ് തിങ്. ഞാൻ പറഞ്ഞല്ലോ, അപ്പനോടുള്ള സംസാരം, എക്സ്പീരിയൻസിങ് ഗാഡ്. ഇറ്റ് ഈസ് നോട്ട് എ മീൻസ് ടു ഗെയിൻ തിങ്സ്. മാഡം ഗയോൺ എന്ന് ചിലർ പ്രൊനൗൺസ് ചെയ്യും, പക്ഷേ ഫ്രഞ്ച് പ്രൊനൗൺസ് ചെയ്യുന്ന ഞാൻ പറഞ്ഞത്. അപ്പം മാഡം ഗയോൺ, നിങ്ങൾക്ക് നെറ്റിലൊക്കെ പിള്ളേരൊക്കെ ഉണ്ടല്ലോ, നെറ്റിലൊക്കെ ഈ ബുക്സ്, പല ബുക്സും മാഡം ഗയോൻ്റെ ബുക്കുകളൊക്കെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും, ഇംഗ്ലീഷ് ബുക്കുകളൊക്കെ. മാഡം ഗയോൻ്റെ
ഒരു ബുക്കിനകത്ത് അവർ പറയുന്നത്, പ്രയർ ഈസ് നോട്ട് എ മീൻസ് ടു ഗെയിൻ തിങ്സ്. ഫോർ മീ ഇറ്റ് ഈസ് നോട്ട് എ മീൻസ് ബട്ട് ഇറ്റ് ഈസ് ആൻ എൻഡ് ഇൻ ഇറ്റ് സെൽഫ്. പ്രാർത്ഥന എന്ന് പറയുന്നത് എനിക്ക് കാര്യങ്ങൾ സാധിക്കാനുള്ളൊരു ഉപാധിയല്ല. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അതിനകത്തൊരു പ്രശ്നം, കാര്യം സാധിക്കാൻ ഉപാധിയാണെങ്കിൽ ലിസ്റ്റ് വെച്ച് ആ ഓരോ ലിസ്റ്റിലെ കാര്യങ്ങൾ നടക്കുമ്പോഴാണ് എനിക്ക് സന്തോഷം ഉണ്ടാകുന്നത്. ബട്ട് യു നോ ഐ എക്സ്പീരിയൻസ് ഗോഡ് ആൻഡ് ഐ എം സാറ്റിസ്ഫൈഡ്. അത് അവർ പറയുന്നതാണ്, ഞാൻ കർത്താവിനെ അനുഭവിക്കുന്നു. എക്സ്പീരിയൻസിങ് ഗാഡ് ത്രൂ പ്രെയർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് അവരുടെ ഒരു ബുക്കുണ്ട്, എക്സ്പീരിയൻസിങ് ഗാഡ് ത്രൂ പ്രെയർ. ആ ബുക്കിനകത്ത് അവർ പറയുന്നത്, ഞാൻ കർത്താവിനെ അനുഭവിക്കുന്നു, ഞാൻ സാറ്റിസ്ഫൈഡാണ്. ഞാൻ ചിലപ്പോൾ അതിനകത്ത് ചില കാര്യങ്ങളൊക്കെ കർത്താവ് പറഞ്ഞു കാണും, അതൊക്കെ കിട്ടണമെന്നൊന്നും എനിക്ക് വലിയ നിർബന്ധമൊന്നും ഇല്ല, അതൊന്നും ഞാൻ ശ്രദ്ധിക്കുന്നേ ഇല്ല. കാര്യം ഞാൻ യേശുവിനെ അനുഭവിച്ച് കഴിയുമ്പോഴത്തേക്ക് എണീറ്റ് ഞാൻ എൻ്റെ പ്രെയർ റൂമിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നത് ഭയങ്കര കണ്ടൻമെൻറ്റോടു കൂടെയാണ്, സംതൃപ്തിയോടു കൂടെയാണ്. എനിക്ക് പ്രാർത്ഥിച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട, എനിക്കിതൊന്നും കിട്ടുകയൊന്നും വേണ്ട. ബ്രദർ ലോറൻസിൻ്റെ പുസ്തകം നിങ്ങൾ അതൊക്കെ ഇതെല്ലാം ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടുന്ന, ഈ ഞാൻ ഈ ഇലക്ട്രോണിക് മീഡിയയ്ക്ക് ഒത്തിരി ദോഷങ്ങളുണ്ടെങ്കിലും ഒത്തിരി ഗുണങ്ങളുമുണ്ട്. യു ഗെറ്റ് എ ലോട്ട് ഓഫ് ബുക്സ് ഫ്രീ. അതൊന്നും നമ്മൾ ഉപയോഗിക്കത്തില്ല, നമ്മളിത് നല്ല കാര്യത്തിന് വേണ്ടി ഒന്നും ഉപയോഗിക്കത്തില്ല എന്നുള്ളതാണ് നമ്മളെ പ്രോബ്ലം. അതാ ഇല്ലേ, നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നില്ല, അതാണ് അതിനകത്തൊരു പ്രശ്നം എന്ന് പറയുന്നത്. ഇൻ്റർനെറ്റൊക്കെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അത് ഉപയോഗിക്കുന്നത് ഈ കാര്യത്തിന് വേണ്ടി മാത്രമായിരിക്കണം. നല്ല സെൽഫ് കൺട്രോൾ ഇല്ലാത്ത ആളുകൾ ഈ സാധനം ഉപയോഗിക്കരുത്. എനിക്ക് എന്നോടൊരാൾ ഒരിക്കൽ കൗൺസിലിങ്ങിന് വന്നപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഹീ ഈസ് യൂസിങ് ഇൻ്റർനെറ്റ് ഇൻ എ ഡിഫറെൻറ്റ്, സം ഓഫ് യു നോ, ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നത് വളരെ മോശമായ കാര്യത്തിന് വേണ്ടിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിനകത്തുനിന്ന് മോചനം പ്രാപിക്കാൻ പറ്റുന്നത്? യു നോ വാട്ട് ഐ സെഡ്? ഞാൻ പറഞ്ഞു, ദ ബെസ്റ്റ് തിങ്, നിങ്ങളിത് കട്ട് ചെയ്യുക, നിങ്ങൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്യും. ചിലപ്പം ചില ആളുകൾക്ക് അത് ആവശ്യമാണ്, ഒരു ഡിസിപ്ലിൻ ആവശ്യമാണ്, കുറച്ച് കാലത്തേക്കെങ്കിലും ഒരു ഡിസിപ്ലിൻ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ശരിയായ നിലയിൽ ഉപയോഗിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇതിൻ്റെ ഉപയോഗം മാറ്റിവെക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. ഉപയോഗം മാറ്റിവെക്കുക, ഇൻ്റർനെറ്റൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ. എന്നാൽ അത് ശരിയായ നിലയിൽ ഉപയോഗിക്കാനായിട്ട് നിങ്ങൾ പഠിക്കണം. എത്രയോ ആളുകളോട് സുവിശേഷം പറയാൻ ഇപ്പോൾ വാട്സാപ്പും ഫേസ്ബുക്കും ഒക്കെ ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ 99% ഉപയോഗിക്കുന്നത് അതിനു വേണ്ടിയല്ല. ദാറ്റ് ഇസ് എ ബിഗസ്റ്റ് പ്രോബ്ലം. പിന്നെ എന്ത് കാര്യത്തിന് വേണ്ടിയാണെങ്കിലും ഇതൊരു അഡിക്ഷൻ ആകരുത്. ഞാൻ ഇടയ്ക്ക് കയറി പറയുന്ന കാര്യമാണ്. ഒരു കാരണവശാലും ഞാൻ എൻ്റെ വാട്സാപ്പിനകത്ത്, ഞാൻ ഒത്തിരി കാലം വാട്സാപ്പ് എടുക്കാതിരുന്നതാണ്. പിന്നെ ഞാൻ ആഫ്രിക്കയിലായതുകൊണ്ട് പല ആളുകൾക്കും എന്നെ വിളിക്കണമെങ്കിൽ പൈസ ഒത്തിരി കൊടുക്കണം. ഇപ്പോൾ വാട്സാപ്പിലാകുമ്പോഴത്തേക്ക് കോൾ ഈസ് ഫ്രീ ആൻഡ് ഓൾസോ മെസ്സേജസ് ആൻഡ് കൗൺസിലിംഗും ഒക്കെ. അതുകൊണ്ടാണ് ഞാൻ വാട്സാപ്പ് അന്ന് എടുക്കുന്നത് തന്നെ. പക്ഷേ ഞാൻ അതിനകത്ത് എൻ്റെ സ്റ്റാറ്റസിനകത്ത് എഴുതി വെച്ച കാര്യമുണ്ട്, വാട്സാപ്പ് ഷുഡ് നോട്ട് ബിക്കം വാട്സ് എ ട്രാപ്പ്. വാട്സാപ്പ് കുഴപ്പമില്ല, വാട്സ് ട്രാപ്പ് ആയി പോകരുത്, അത് ട്രാപ്പായി പോകരുത്. അത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മഡം ഗിയോണിൻ്റെ ബുക്കുകൾ, അല്ലെങ്കിൽ ബ്രദർ ലോറൻസിൻ്റെ ബുക്കുകൾ, എക്സ്പീരിയൻസിങ് ഗാഡ്, ദൈവ സാന്നിധ്യ പരിശീലനം, ആ പുസ്തകങ്ങളൊക്കെ നമുക്ക് വായിക്കാനായിട്ട് കഴിയും. അവിടെയൊക്കെ ആ കർത്താവിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന വിശുദ്ധന്മാരായ വിശുദ്ധമതികളായ ആളുകളുടെ അനുഭവങ്ങളാണ് പറയുന്നത്. അതൊക്കെ 14ാം നൂറ്റാണ്ടിലെയും 16ാം നൂറ്റാണ്ടിലെയും ആളുകൾക്ക് വേണ്ടി മാത്രം റിസർവ് ചെയ്ത സാധനങ്ങൾ അല്ല. 21ാം നൂറ്റാണ്ടിലും അതുപോലെ ആ ദൈവത്തെ എക്സ്പീരിയൻസ് ചെയ്യാൻ നമുക്ക് കഴിയും. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. എന്തിനാണ് എഴുതി വെച്ചിരിക്കുന്നത്? നമ്മളും അവനെ പോലെ, ഹാനോക്കിനെ പോലെ ദൈവത്തിൻ്റെ കൂടെ നടക്കാനാണ് എഴുതി വെച്ചിരിക്കുന്നത്. അല്ലാതെ ലെജൻസായിട്ട് നമുക്കുള്ളൊരു വലിയൊരു പ്രശ്നമുണ്ട്. നമുക്ക് ഈ ബിബ്ലിക്കൽ ലെജൻസ് ഉണ്ട്. പിശാചി നമ്മളോട് പറയുന്നൊരു വലിയൊരു കള്ളത്തരമുണ്ട്. എന്നറിയാമോ? ബിബ്ലിക്കൽ ലിവിങ് ഈസ് നോട്ട് പ്രാക്ടിക്കൽ. വേദോസപ്രകാരം ഒന്നും ജീവിക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല, ഇല്ലേ? നമ്മൾ എപ്പോഴും ആളുകൾ ചിലപ്പം പറയും, ഞാൻ എന്നെ അയ്യോബാന്നോ, ഞാൻ എന്നെ പൗലോസാന്നോ. പൗലോസ് അതൊക്കെ ചെയ്തതാണ്, എന്നെ കൊണ്ട് വല്ലതും ഇങ്ങനെ വല്ലതും ജീവിക്കാൻ. അത് സാത്താൻ വന്ന് പറയുന്നതാണ്, നിനക്ക് അങ്ങനെയൊന്നും ആകാൻ കഴിയില്ല എന്നുള്ളത്. അല്ല, എന്തിനാണ് കർത്താവ് ദൈവത്തിൻ്റെ വചനത്തിൽ ഈ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്? മറ്റൊന്നിനുമല്ല, ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ച് അവരെ പോലെ ജീവിക്കാൻ നമുക്ക് കഴിയും അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനത്തിൽ ഈ കാര്യങ്ങളെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തിനാണ് യേശു 33 വയസ്സ് വരെ ഭൂമിയിൽ വന്ന് ജീവിച്ചത്? യേശു എന്തിനാണ് മരിച്ചതെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലേ? വി ഓൾ നോ വൈ ജീസസ് കെയിം ഹിയർ ആൻഡ് ഡൈഡ് ഓൺ ദ ക്രോസ് ടു സേവ് പീപ്പിൾ, സേവ് സിന്നേഴ്സ്. അത് നമുക്കറിയാം. പക്ഷെ എൻ്റെ ചോദ്യം,
എന്തിനാണ് യേശു 33 വർഷം വരെ ജീവിച്ചത്? മരിച്ചത് നമ്മൾ രക്ഷിക്കാൻ വേണ്ടിയാണെന്നറിയാം. പിന്നെ എന്തിനാണ് ജീവിച്ചത്? ഇവൻ 3.5 വയസ്സുള്ളപ്പോൾ മരിച്ചാലും കർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഇപ്പം 33 വയസ്സ് വരെ ജീവിക്കുന്ന പോലെ 3.5 വയസ്സ് വരെ ജീവിച്ചോളെന്ന് വെച്ചോ. എന്നാലും കർത്താവ് മരിക്കുകയാണെങ്കിൽ നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടും, അല്ലേ? കർത്താവിൻ്റെ മരണത്താൽ നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടും. പിന്നെ എന്തിനാണ് 33 വയസ്സ് വരെ ജീവിച്ചത്? മറ്റൊന്നിനുമല്ല, നമുക്ക് പിന്തുടരേണ്ടതിന് അവനൊരു മാതൃക വെച്ചേച്ച് പോയിരിക്കുകയാണ്, അല്ലേ? എന്തിനാ? അവൻ ജീവിച്ചതുപോലെ ജീവിക്കാൻ. അവൻ ജീവിച്ചതുപോലെ ജീവിക്കാൻ. ഇതെന്ന് മനുഷ്യനോട് പറഞ്ഞാൽ മനുഷ്യൻ സമ്മതിക്കുകയില്ല, ഇല്ലേ? കാര്യം എന്തറിയാമോ? ഒരു വിശുദ്ധ ജീവിതം ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് പിശാച് ഏറ്റവും കൂടുതൽ പേടിക്കുന്നത്. അതുകൊണ്ട് വിശുദ്ധ ജീവിതം ആർക്കും പറ്റത്തില്ല എന്നുള്ള ഒരു ചിന്ത, അല്ലെങ്കിൽ അത് സാധ്യമല്ല എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹം, വിശ്വാസ സമൂഹം തന്നെ വന്നിരിക്കുന്ന ഒരു സാഹചര്യം. നോ, യേശു ജീവിച്ചതുപോലെ നമ്മളും ജീവിക്കണം എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അവൻ ജീവിച്ചതുപോലെ. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നതാണ്, കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാം ആകുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല, എന്നാൽ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനായിരിക്കുന്നത് പോലെ ആകേണ്ടതാകുന്നുണ്ട്. മലയാളത്തിൽ ആ ക്ലാരിറ്റി ഇച്ചിരി കുറവുണ്ട്. ആകേണ്ടതാകുന്നതുകൊണ്ട് അവനോട് സദൃശന്മാരാകുമെന്ന് നാം അറിയുന്നു. അതായത് അവൻ വരുമ്പോൾ എങ്ങനെ ആകണം? അവനെപ്പോലെ ആയിക്കൊണ്ട് വേണം അവനെ എതിരേൽക്കാനായിട്ട്, അല്ലേ? അതെങ്ങനെ മനസ്സിലാകുന്നത്? അവനിൽ ഈ പ്രത്യാശയുള്ളവനൊക്കെയും അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തങ്ങളെ തന്നെ നിർമ്മലീകരിക്കട്ടെ. അപ്പോൾ അവൻ ജീവിച്ചതുപോലെ ജീവിക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ആ വിശുദ്ധി കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ആ വിശുദ്ധി നമുക്കുണ്ടാകണമെങ്കിൽ ഈ വിശുദ്ധിയുള്ളൊരു പ്രത്യേകതയുണ്ട്. വിശുദ്ധി എന്ന് പറയുന്നത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതല്ല, പകർന്നു കൊടുക്കാനേ പറ്റുള്ളൂ. ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ ആകുന്ന ആ ഒരവസ്ഥ. നമ്മൾ കാന്തവും ഇരുമ്പും തമ്മിൽ യോജിപ്പിച്ച് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ ആ ഇരുമ്പിനും കാന്തത്തിൻ്റെ പ്രത്യേകതകളുണ്ടാകും. നമുക്കറിയാം, മാഗ്നറ്റ് ഒരു അയൺ ഇതുമായിട്ട് യോജിപ്പിച്ച് വെച്ച് കുറേ കഴിയുമ്പോഴത്തേക്കാണ് എന്താണ് ഉണ്ടാകുന്നത്? ആ ഇരുമ്പും എന്ത് ചെയ്യാൻ തുടങ്ങും? കാന്തത്തിൻ്റെ ക്വാളിറ്റി കാണിക്കാൻ തുടങ്ങും. ഇതുപോലെ യേശുവും ഞാനും കൂടെ അങ്ങ് ചേർന്നിരിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ? കുറച്ച് കഴിയുമ്പോൾ യേശുവിൻ്റെ പ്രത്യേകതകളെല്ലാം അവൻ്റെ ക്യാരക്ടർ എന്നിൽ വെളിപ്പെടുന്നത് നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ ചേർന്നിരിക്കണം. അതാ പ്രാർത്ഥന. ആ തിരിച്ചറിവാണ്, ആ ഒരു അറിവാണ്. പ്രെയർ ഈസ് നോട്ട് എ മീൻസ് ടു ഗെയിൻ തിങ്സ്, പ്രെയർ ഈസ് ആൻ എൻഡ് ഇൻ ഇറ്റ് സെൽഫ്. അതിൽ തന്നെ നമ്മൾ കർത്താവിൻ്റെ ആ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടുള്ള അതാണ് പ്രെയറിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഘടകം എന്ന് പറയുന്നത്. ഇവിടെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമ്പോൾ കർത്താവ് പറയുന്ന, ഇനി അടുത്ത അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നാളെയും കൂടെ നമ്മൾ പഠിക്കുന്നുണ്ട്. അവിടെ പറയുന്ന ഒന്നാമത്തെ കാര്യം, ഈസ് ആസ്കിങ് ഡിസൈപ്പിൾസ് ടു കോൾ ഗാഡ് ഫാദർ. അവർ ഫാദർ ഇൻ ഹെവൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നാണ് വിളിക്കുന്നത്. ഐ ടോൾഡ് യു ഇറ്റ് ഇസ് എ ഡിസൈപ്പിൾസ് പ്രെയർ. അതൊരു ശിഷ്യൻ്റെ പ്രാർത്ഥനയാണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അത് ശിഷ്യൻ്റെ പ്രാർത്ഥന മാത്രമല്ല, അത് ഒരു പുത്രൻ്റെ പ്രാർത്ഥനയും കൂടെയാണ്. ശിഷ്യൻ്റെ പ്രാർത്ഥന മാത്രമല്ല, എന്തും കൂടെയാണ്? പുത്രൻ്റെ പ്രാർത്ഥനയും കൂടെയാണ്. തന്നെയല്ല, പുത്രനായാൽ മാത്രമേ ശിഷ്യനാകാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. പുത്രനായാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ശിഷ്യനാകാൻ പറ്റുള്ളൂ. നമുക്കിവിടെ ഒത്തിരി കൾട്ടിക് ഗ്രൂപ്പുകൾ, ടീച്ചേഴ്സ്, ഫോൾസ് ടീച്ചേഴ്സ് ഒത്തിരി ഉണ്ട്. അങ്ങനെ ഫോൾസ് ടീച്ചേഴ്സിൽ ഒരാളാണ് ജോസഫ് പ്രിൻസ് എന്ന് പറയുന്ന ഒരു വ്യക്തി. ജോസഫ് പ്രിൻസിൻ്റെ ഒത്തിരി അനുയായികളുണ്ട്. നമുക്ക് ഇവിടെയുണ്ട്, ഒത്തിരി അനുയായികളുണ്ട്, ജോസഫ് പ്രിൻസിൻ്റെ അനുയായികൾ. അപ്പോൾ എൻ്റെ മെസ്സേജസൊക്കെ കേട്ട ഒരു പയ്യൻ ജോസഫ് പ്രിൻസിൻ്റെ പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന ആളാണ്. അപ്പം അവന് ഒരിക്കൽ പറഞ്ഞു, സായിച്ചാൻ പറയുന്നതൊക്കെ ഡിസൈപ്പിൾഷിപ്പാണ്, പക്ഷെ അതിനപ്പുറത്തൊരു സ്റ്റേജുണ്ട്, അതാണ് സൺഷിപ്പ്. അതായത് ഞാൻ പറയുന്നതൊക്കെ ശിഷ്യത്വമാണ്, അതിനപ്പുറത്തൊരു കാര്യമുണ്ട്, അതാണ് പുത്രത്വം. ആ സ്റ്റേജിൽ വരുമ്പോൾ ഈ പാപമൊന്നും വലിയ വിഷയം അല്ല. ഇപ്പോഴായി ഡിസൈപ്പിളിനെ പോലൊക്കെ ജീവിക്കണം, യേശു ജീവിച്ചതുപോലെ ജീവിക്കണം. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും ഒരു വിഷയമല്ല. കാര്യം പുത്രത്വത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ദൈവം ഒന്നും കണക്കിടുന്നില്ല. ജോസഫ് പ്രിൻസിൻ്റെ ഒരു ഉപദേശമാണത്. പക്ഷേ ഞാൻ ആ മോനോട് പറഞ്ഞു, മോനെ ഒരു കാര്യം മനസ്സിലാക്കണം, ശിഷ്യനായി കഴിഞ്ഞ് പുത്രനാകുന്നെന്നാണ് നിൻ്റെ ഗുരു പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല വേദോസം പറയുന്നത്.
വേദോസം പറയുന്നത് പുത്രനായ ശേഷമാണ് ശിഷ്യനാകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മളീ പറയുന്ന പോപ്പുലർ പ്രീച്ചേഴ്സ് പലരും പറയുന്നത് ബിബ്ലിക്കൽ ഉപദേശമല്ല. അതറിയാതെ നമ്മുടെ പിള്ളേരെല്ലാം ഇതിൻ്റെ പുറകെ പോവുകയാണ്. ഒരു വലിയ പ്രശ്നമാണ്, വലിയ പ്രശ്നമാണ്. ചിലരൊക്കെ എൻ്റെ അടുത്ത് കരഞ്ഞിട്ടുണ്ട്, ജോസഫ് പ്രിൻസിനെ ഒന്നും പറയരുത്. കരഞ്ഞിട്ടുണ്ട് എൻ്റെ മുമ്പിൽ. സഹിക്കാൻ പറ്റത്തില്ല ജോസഫ് പ്രിൻസിനെ എന്തെങ്കിലും പറഞ്ഞാൽ. ഞാൻ പറഞ്ഞു, എനിക്ക് ജോസഫ് പ്രിൻസിനെ അറിയത്തുമില്ല, എനിക്ക് അദ്ദേഹവുമായിട്ട് വഴക്കുമില്ല, പ്രശ്നവുമില്ല, ഒന്നുമില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, വേദപുസ്തകത്തിന് നിരക്കാത്ത ഉപദേശം പറഞ്ഞാൽ ആരാണെങ്കിലും ഞാൻ പറയും. എനിക്ക് ബാക്കിയൊന്നും വിഷയമല്ല, പക്ഷെ വേദപുസ്തകത്തിന് നിരക്കാത്ത ഉപദേശം പറഞ്ഞാൽ എനിക്ക് മിണ്ടാതിരിക്കാൻ കഴിയില്ല. മറ്റൊന്നും കൊണ്ടല്ല, വഞ്ചിക്കപ്പെടരുത്. നമ്മുടെ തലമുറ വഞ്ചിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ആ ഒരൊറ്റ കാര്യമാണ് ഇത്. നിങ്ങളോട് സ്നേഹം, അല്ലെങ്കിൽ ഈ തലമുറയോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ പറയുന്നത്. അല്ലാതെ എനിക്കിപ്പം വാദിക്കാനും തർക്കിക്കാനും ഒന്നും എനിക്ക് നേരമൊന്നുമില്ല. അതിനല്ല ഇത്. ഒരു വ്യക്തിയെ താളടിച്ച് കാണിക്കാനല്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ മറ്റു കാര്യങ്ങളൊന്നും വന്ന് പറയുന്നതല്ലല്ലോ. വാട്ട് ഹി ടീച്ചേഴ്സ്, ഇറ്റ് ഈസ് റോങ്, അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ നമ്മുടെ പ്രാർത്ഥന നടക്കണമെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പുത്രനാവുക എന്നുള്ളതാണ്. കാര്യം പുത്രനാകാതെ ഒരാൾക്ക് പിതാവേ എന്ന് വിളിക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് പുത്രൻ ശിഷ്യനായി വളരുകയാണ്. അല്ലെങ്കിൽ പുത്രനാകുമ്പോൾ നമ്മൾ ആ ഡിസിപ്ലിനിലേക്ക് കയറുകയാണ്. ഈ ഡിസൈപ്പിൾഷിപ്പ് എന്ന് പറയുന്നത് പുത്രൻ്റെ ഡിസൈപ്പിൾഷിപ്പാണ്. യു ആർ സൺ ആൻഡ് യു ആർ എ ഡിസൈപ്പിൾ. പുത്രനായതുകൊണ്ട് ഡിസിപ്ലിൻ ഇല്ലാതാകുമോ? നിങ്ങൾ തന്നെ പറ, പുത്രനായതുകൊണ്ട് ഡിസിപ്ലിൻ ഇല്ലാതാകുമോ? ഇല്ല. കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നതിന് അറിയാമോ? കർത്താവ് പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ഏവരുമേ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഭയങ്കര സന്തോഷം. പക്ഷെ അടുത്ത വാക്യം വായിക്കത്തില്ല. ഇതാ ഈ പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നം. വേദപുസ്തകത്തിലെ വാക്യങ്ങൾ നമ്മൾ ശരിയായ നിലയിൽ വായിക്കത്തില്ല. അടുത്ത വാക്യം എന്താണ്? ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. അപ്പോൾ കർത്താവ് നമ്മളെ വിളിക്കുന്നത് ഒരു നുകത്തിൻ്റെ കീഴിലേക്കാണ്. അല്ലാതെ വിളിച്ചങ്ങ് ഫ്രീ ആയിട്ട് വിടുകയല്ല. നീ പുത്രനാടാ, നീ എന്തോ വേണം, എന്ത് ചെയ്താലും ഞാൻ അപ്പനല്ലേ, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. നിന്റെ കഴിഞ്ഞ കാല പാപങ്ങളെ ക്ഷമിച്ചിരിക്കുന്നു, നിന്റെ ഇപ്പോഴത്തെ പാപങ്ങളെ ക്ഷമിച്ചിരിക്കുന്നു, ഇനി നീ എന്തോ ചെയ്താലും ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, നീ ഇഷ്ടം പോലെ ജീവിച്ചോളാം എന്നല്ല പറയുന്നത്. ഇഫ് യു ആർ എ സൺ, you are a disciple. You need to undergo the discipline of Jesus. യേശുവിൻ്റെ ശിക്ഷണത്തിലാണ് നമ്മൾ വളരുന്നത്. പുത്രനെയാണ് ശിക്ഷണത്തിൽ വളർത്തുന്നത്. ശിക്ഷണം ഇല്ലെങ്കിൽ നമ്മൾ പുത്രന്മാരല്ലെന്നാ എബ്രായ ലേഖനത്തിൽ വായിക്കുമ്പോഴേ നമ്മൾ പറയുന്നത്. എന്താണ്? നമ്മൾ ഇല്ലെജിറ്റിമേറ്റ് ചിൽഡ്രൻ ഒന്നുമല്ല. ഇല്ലെജിറ്റിമേറ്റ് ചിൽഡ്രനെ ചിലപ്പോൾ ഡിസിപ്ലിൻ ചെയ്തില്ലെന്നിരിക്കും. കാര്യം ഇവൻ എവിടെയും പോകട്ടെ നീ. അങ്ങനെയല്ല. രക്തം കൊടുത്ത് എൻ്റെ യേശു എന്നെ വിലയ്ക്ക് വാങ്ങിച്ചിട്ട് എനിക്ക് തോന്നിവാസം നടക്കാൻ വേണ്ടി അനുവദിച്ചുകൊണ്ട് അല്ല. രക്തം കൊടുത്ത് കർത്താവ് എന്നെ വിലയ്ക്ക് വാങ്ങിയെങ്കിൽ അവൻ്റെ മോഹം ഞാൻ അവനെപ്പോലെ ആയിത്തീരണമെന്ന അത് ഡിസിപ്ലിനിലൂടെയാണ് കൊണ്ടുപോകുന്നത്. ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുകയല്ല. അവർ പറയുന്നത്, ജോസഫ് പ്രിൻസ് പറയുന്നത് അത് ഓട്ടോമാറ്റിക്കായിട്ട് നടന്നോളൂ എന്നാ. അങ്ങനെ അല്ലല്ലോ വേദോസം പറയുന്നത്. അവനിൽ ഈ പ്രത്യാശയുള്ളവനൊക്കെയും അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തങ്ങളെ തന്നെ നിർമ്മലീകരിക്കട്ടെ. അതിന് എഫർട്ട് എടുക്കണം. എഫർട്ടുണ്ട്. ഹ്യൂമൻ എഫർട്ടല്ല, അതിന് പരിശുദ്ധാത്മാവിനെ നൽകിയിട്ടുണ്ട്. കാര്യം ശരിയാണ്. പക്ഷേ എഫർട്ടില്ലാതെ അല്ല ഈ കാര്യങ്ങൾ. ഒരു വിശുദ്ധ ജീവിതം ജീവിക്കാനും യേശുവിനെ പോലെ ജീവിക്കാനും ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് എഫർട്ട് ഇടുന്നുണ്ട്. എൻ്റെ ശക്തിയല്ല. എഫർട്ട് എന്ന് പറയുന്നതും ശക്തി എന്ന് പറയുന്നതും രണ്ടാണ്. എഫർട്ട് എൻ്റെ ശക്തിയിൽ എനിക്ക് യേശുവിനെ പോലെ ആകാൻ ഒരിക്കലും കഴിയില്ല. എൻ്റെ സ്വന്തം ശക്തിയിൽ എനിക്ക് ഒരിക്കലും യേശുവിനെ പോലെ ആകാൻ കഴിയില്ല. എനിക്ക് ഞാൻ തന്നെ ആകാൻ കഴിയില്ല, പിന്നല്ലേ യേശു ആകാൻ പറ്റുന്നു. എൻ്റെ സ്വന്തം ശക്തിയിൽ എനിക്ക് ഒന്നിനും കഴിവില്ല. പക്ഷെ വേറെ കാര്യമുണ്ട്, ആ പരിശുദ്ധാത്മാവിന് ഞാൻ എന്നെ തന്നെ ഈൽഡ് ചെയ്യണം, ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. എൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളെ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഈൽഡ് ദ മെമ്പേഴ്സ് ഓഫ് യുവർ ബോഡി. റോമാലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നതാണ്. നിങ്ങളുടെ അവയവങ്ങളെ
അനീതിക്ക് ആയുധങ്ങളായി സമർപ്പിച്ചിരുന്നത് പോലെ ഇപ്പോൾ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിപ്പിൻ. അപ്പൊ എൻ്റെ എഫേർട്ടുണ്ട്. എൻ്റെ എഫേർട്ട് എന്താണ്? ഈൽഡ് ചെയ്യാണ്. ഈ നുഖത്തിൻ്റെ കീഴിൽ തന്നെ ഇരിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി എനിക്കിഷ്ടമുള്ളിടത്തൂടെ കാള കളിച്ച് നടക്കാനൊന്നും പറ്റില്ല. ഡിസിപ്ലിനുണ്ട്. ചർച്ചാണോ? ഡിസിപ്ലിനുണ്ട്. കർത്താവിനെ പിൻപറ്റുന്ന ഒരു വ്യക്തിക്ക് ഡിസിപ്ലിനുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ഈ റിലേഷൻഷിപ്പിനകത്തുള്ള കാര്യം എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഈ സൺ എന്നുള്ള, ഞാനൊരു പുത്രനായാൽ മാത്രമേ എനിക്ക് പ്രാർത്ഥന തുടങ്ങാൻ പോലും പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മളോട് തന്നെ ചോദിക്കണം, am I a child of God? Am I a son? ഞാനൊരു മകനാണോ? എങ്ങനെയാണ് മകനാകുന്നത്? അതാണ് നമ്മൾ നാളെ രാവിലെ പഠിക്കാൻ ഉദ്ദേശിക്കുന്നൊരു കാര്യം. ഇന്ന് ഞാൻ പറയുകയാണ്, എങ്ങനെയാണ് സണ്ണാകുന്നത്? ദറ്റ് ഈസ് ബൈ ബീയിങ് ബോൺ അഗെയിൻ. വീണ്ടും ജനനത്തിലൂടെയാണ് നമ്മൾ ദൈവത്തിൻ്റെ മക്കളാകുന്നത്. അല്ലെങ്കിൽ ആകില്ല. ആ വീണ്ടും ജനനമാണ് എന്നെ യേശുവിനെ പോലെ ജീവിക്കാൻ പ്രാപ്തനാക്കുന്നത്. ആ വീണ്ടും ജനനമാണ് ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ എനിക്ക് പ്രാപ്തി തരുന്നത്. എനിക്ക് അല്ലെങ്കിൽ പറ്റില്ല. നേരത്തെ ഉള്ള ആദാമിൽ നിന്ന് ജനിച്ച എൻ്റെ ജനനം കൊണ്ട് എനിക്ക് ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ പറ്റില്ല. സൃഷ്ടാവേ എന്നൊക്കെ വിളിക്കാമായിരിക്കും. പക്ഷെ പിതാവേ എന്ന് വിളിക്കണമെങ്കിൽ ഞാൻ മകനാകണം. ആ മകനാക്കുന്ന പ്രക്രിയയാണ് വേദപുസ്തകത്തിൻ്റെ രക്ഷണീയ പ്രവൃത്തി. അതിനുവേണ്ടിയാണ് യേശു കർത്താവ് കാൽവറി ക്രൂശിൽ മരിച്ചത്. കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. അതിനുവേണ്ടി കർത്താവ് ഒരു വില കൊടുത്തു. ആ വില നമ്മൾ മനസ്സിലാക്കണം. ദാറ്റ് ഈസ് ദ ക്രോസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തു ക്രൂശ് മരണത്തിലൂടെ എൻ്റെ പാപങ്ങളെ മോചിച്ച് ദൈവവുമായിട്ട് എന്നെ യോജിപ്പിച്ച് ദൈവ കുടുംബത്തിലെ അംഗമാക്കി. ആ വീണ്ടും ജനന അനുഭവത്തിലൂടെ മാത്രമേ എനിക്ക് എന്താകാൻ പറ്റുള്ളൂ? എനിക്ക് പുത്രനാകാൻ കഴിയുള്ളൂ. ആ പുത്രന് മാത്രമേ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് വീണ്ടും ജനനാനുഭവത്തെക്കുറിച്ചുള്ള കൃത്യമായ ടീച്ചിങ്സ്. ഞാൻ US ഒരു യൂത്ത് മീറ്റിങ്ങിന് ബോൺ അഗൈൻ എക്സ്പീരിയൻസിനെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, ഫസ്റ്റ് ടൈം ദിസ് ചിൽഡ്രൻ ആർ ഹിയറിങ് അബൌട്ട് ബീയിങ് ബോൺ അഗൈൻ. വേറൊരാളിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത്, ഈ കുഞ്ഞുങ്ങൾ, ആ ചർച്ചിലെ തന്നെ ഒരു വിശ്വാസിനോട് പറഞ്ഞു, ഈ ചർച്ചിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ആദ്യമായിട്ടാണ് വീണ്ടും ജനിച്ചേ പറ്റൂ, വീണ്ടും ജനനാനുഭവത്തെക്കുറിച്ച് കൃത്യമായിട്ട് ഒരു ടീച്ചിങ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല, ഞങ്ങളുടെ പിള്ളേർക്ക് കിട്ടിയിട്ടില്ല. നമ്മുടെ സഭകളിലും എല്ലാം പറ്റുന്ന പ്രശ്നം അതാണ്. ഈ ഒരൊറ്റ ക്രൂസൈഡ് പ്രീച്ചർ പോലും വീണ്ടും ജനനത്തെക്കുറിച്ച് പ്രസംഗിക്കത്തില്ല. അതുകൊണ്ട് തന്നെ പുത്രത്വത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നില്ല. നമ്മൾ മാറി നിന്ന് വല്ലതും തരണേ എന്നൊക്കെ പറയുന്നതോ കിട്ടുന്നത് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇന്നത്തെ ടീച്ചിങ് ആണ്. അതിനകത്ത് നിങ്ങൾ വീണ് പോകരുത്. ദൈവത്തിൻ്റെ വചനം കൃത്യമായി പറയുന്നു, പുതുതായി ജനിക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. ഞാൻ ഒരു മീറ്റിങ്ങിന് വെച്ച് പറഞ്ഞു, I don't think all the people who sit here, they are all born again. I don't think so. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വീണ്ടും ജനിച്ചവരാണെന്നൊന്നും വിശ്വസിക്കാൻ എനിക്ക് കഴിയുന്നില്ല. അതൊരു ഫാക്റ്റാണ്. നമ്മുടെ സഭകളിൽ നല്ലൊരു ശതമാനം ആളുകളും വീണ്ടും ജനനാനുഭവം എന്താണെന്ന് മനസ്സിലാക്കാതെ സഭയിൽ വരുന്ന ആളുകളാണ്. അവർ ചർച്ചിൽ വരുന്നുണ്ട്. ഫോർ ദം ഇറ്റ് ഈസ് എ റിലിജിയൻ. അവർക്കതൊരു മതം എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തില്ല. അതുകൊണ്ട് വീണ്ടും ജനനം പ്രാപിക്കാത്ത ഒരു വ്യക്തിക്ക് ദൈവത്തെ പിതാവേ എന്ന്, അവർ മക്കളല്ലാത്ത മകനല്ലാത്ത ഒരാൾക്ക് എങ്ങനെ അപ്പാ എന്ന് വിളിക്കാൻ പറ്റും? വേണേ മാറി നിന്ന് ഒഫീഷ്യലായിട്ടൊക്കെ വേറെയൊക്കെ അല്ലാതൊക്കെ വിളിക്കാമായിരിക്കും. പക്ഷേ അതും ചോദിച്ചുകൊണ്ട് വീതം ചോദിച്ചുകൊണ്ട്, ഇപ്പം നമ്മുടെ സഭയിൽ ഒരു സീനിയർ പാസ്റ്റർ ആരെങ്കിലും വന്നെന്ന് വെച്ചോ, പ്രിയ പിതാവിനോടും ഒപ്പം ഇന്ന് ആരാധനയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അപ്പം ഞാൻ എന്തോ ചെയ്തു? പിതാവിനോടൊപ്പം എന്ന് പറഞ്ഞല്ലോ. എന്ന് വെച്ചാൽ അടുത്ത ആഴ്ച ചെയ്യാന്ന് വീതം ചോദിച്ചാൽ പുള്ളി തരുമോ? തരത്തില്ല. അതിപ്പം അദ്ദേഹത്തിൻ്റെ കുഴപ്പമല്ല, എൻ്റെ കുഴപ്പമാണ്. കാര്യം ഞാൻ മനസ്സിലാക്കണമായിരുന്നു, ഞാൻ അദ്ദേഹത്തിൻ്റെ മകൻ അല്ല. ജനിച്ച ആൾക്ക് മാത്രമേ അത് അവകാശമുള്ളൂ എന്ന് പറഞ്ഞതുപോലെ
വെറുതെ ഇവിടെ വന്നുള്ളത് പിതാവേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വർഗസ്വനായ പിതാവേ ചൊല്ലിയത് കൊണ്ടൊന്നും, അത് അല്ലെങ്കിൽ ആ രീതിയിൽ പ്രാർത്ഥിച്ചത് കൊണ്ടൊന്നും മക്കളാകത്തില്ല. മക്കളാകാതെ ഇത് പ്രാർത്ഥിക്കാനുള്ള അവകാശം നമുക്ക് ഇല്ല. വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ പറയാമായിരിക്കും. പക്ഷേ കർത്താവ് നമുക്ക് അവൻ്റെ സാന്നിധ്യത്തിലൂടെ ഈ ശിഷ്യൻ്റെ പ്രാർത്ഥന യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കാൻ കഴിയണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ വി നീഡ് ടു ബിക്കം ദ ചിൽഡ്രൻ ഓഫ് ഗാഡ്. അതെങ്ങനെയാണ്? അവൻ്റെ കാൽവറി ക്രൂശിലെ മരണത്താൽ നമ്മളെ അവൻ ദൈവത്തോട് നിരപ്പിച്ച്, അതിനെക്കുറിച്ച് ഞാൻ നാളെ പറയാം. അങ്ങനെ നമ്മൾ ആ ദൈവ കുടുംബത്തിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ മാത്രമേ നമുക്ക് ഈ പ്രാർത്ഥന ആത്മാർത്ഥതയിൽ പ്രാർത്ഥിക്കാൻ കഴിയുള്ളൂ. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം.